അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഡിസംബർ 13-14 തീയതികളിൽ ജാമിയ മർക്കസ് ക്യാമ്പസിൽ നടക്കുന്ന കാഫിൻ്റെ 8ാമത് പതിപ്പ് അഥവാ ഒക്ടോ എഡിഷൻ്റെ തീം എന്തായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ മാസങ്ങൾക്ക് മുൻപ് തന്നെ ആരംഭിച്ചിരുന്നു. അങ്ങനെ ഏതൊരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും അത് എത്തിച്ചേരുന്നത് വലിയ പ്രതിസന്ധികളിലേക്കും ആശയക്കുഴപ്പങ്ങളിലേക്കുമായിരുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ള ചോദ്യത്തിന് അവസാനം ഉത്തരമായി ലഭിച്ചത് റെക്ടിഫയിങ് ദ വിർച്വസ് എന്ന് പറയുന്ന ഈ ഒരു വർഷത്തെ തീമിലേക്കാണ്. റെക്ടിഫയിങ് വിർച്വസ് എന്നുള്ളത് മൂല്യങ്ങളെ പുനർനിർവചിക്കുക എന്നതിലുപരി സമകാലികമായി യഥാർത്ഥമായി നമ്മൾ കാണേണ്ട ധാരാളം മൂല്യങ്ങളെ കേവലവൽക്കരിക്കുകയും വ്യക്തി താല്പര്യങ്ങളുടെ മേലിൽ മാത്രം ഉണ്ടായിത്തീരുന്ന ആശയങ്ങളെ വലിയ തോതിൽ ആശയങ്ങളായി അല്ലെങ്കിൽ മൂല്യങ്ങളായി ഗണിക്കുകയും അത് ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ടും റെക്ടിഫയിങ് ദ വിർച്വസ് എന്ന് പറയുന്ന ആ ഒരു ശീർഷകം, ആ ഒരു തീം ഒരു ആർട്ടിസ്റ്റിക് ഫെസ്റ്റിൻ്റെ ഒരു സത്യമാവണം എന്നുള്ള ആശയം കൂടിയാണ് റെക്ടിഫയിങ് ദ വിർച്വസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റെക്ടിഫയിങ് ദ വിർച്വസ് എന്ന് പറയുന്ന ഈ ഒരു പ്രമേയം കേൾക്കുമ്പോൾ തന്നെ ഏതൊരാൾക്കും ഉദിച്ചു വരുന്ന ചില ചോദ്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് വിർച്യു, എന്താണ് മൂല്യങ്ങൾ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ആദ്യമായി ഈ വിർച്യു എന്ന് പറയുന്നതിൻ്റെ ഒരു അർത്ഥതലങ്ങളിലേക്ക് നമ്മളൊന്ന് ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട്. വിർച്യു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മലയാള പരിഭാഷയിലേക്ക് എടുത്തു നോക്കുമ്പോൾ നന്മ, മൂല്യം, ഗുണം എന്നിത്യാദിയുള്ള വാക്കുകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടാൻ പറ്റുമെങ്കിൽ പോലും അതിൻ്റെ ഒറ്റ വാക്കിലുള്ളൊരു നിർവചനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പ്രയാസമാണ്. എങ്കിലും ഇസ്ലാമിക കൺസെപ്റ്റിലൊക്കെയുള്ള അൽ ഇൻസാനുൽ കാമിൽ അഥവാ ഒരു മനുഷ്യന് ആവശ്യമായ അവൻ്റെ പരിപൂർണതയിലേക്ക് ആവശ്യമായ ഏത് കാര്യത്തിനെ കുറിച്ചും നമുക്ക് വിർച്യു എന്ന് പറയാവുന്നതാണ്. മനുഷ്യനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ കണ്ടന്റ്, ഈ യൂണിവേഴ്സിൻ്റെ ഒരു കണ്ടന്റ് ഹ്യൂമൻ ബീങ് ആണ്. അപ്പൊ മനുഷ്യന് ആവശ്യമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെക്കുറിച്ചെല്ലാം നമുക്ക് വിർച്യു എന്ന് പറയാം. പരിശുദ്ധ ഖുർആൻ തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഖലഖലകും മാ ഫിൽ അർദി ജമീഅ, അതായത് ഭൂമിയിലുള്ള മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി നാം സൃഷ്ടിച്ചു, അഥവാ മനുഷ്യന് വേണ്ടിയാണ് സൃഷ്ടിച്ചത്. ഇവിടെ ഉപയോഗിക്കുന്നവൻ മനുഷ്യനും അല്ലെങ്കിൽ ഗുണം ലഭിക്കുന്നവൻ മനുഷ്യനും മറ്റുള്ള മനുഷ്യേതര വസ്തുക്കൾ മുഴുവനും മനുഷ്യന്റെ ഗുണത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇതേ ഒരു ആശയം തന്നെയാണ് നമ്മുടെ ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയുടെ ആമുഖത്തിൽ ദീൻ എന്താണ് എന്ന് വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്. മനുഷ്യന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന ഒന്ന്, അതിനെയാണ് ദീൻ എന്ന് പറയുന്നത്. ആ ഒരു ദീൻ എന്നുള്ളത് തന്നെയാണല്ലോ നമ്മൾ മൂല്യങ്ങളായി കണക്കാക്കേണ്ടത്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ്, ആരാണ് ഈ മൂല്യങ്ങളെ നിർവചിക്കേണ്ടത്? ഹൂ ഷുഡ് ബി ദി ക്രിയേറ്റേഴ്സ് ഓഫ് ദീസ് വിർച്യൂസ് എന്ന് പറയുന്ന ഒരു ചോദ്യവും ഇവിടെ നമുക്ക് ഉത്ഭവിക്കുന്നതാണ്. നമ്മൾ സൈക്കോളജി പരമായും അതുപോലെ തന്നെ ആന്ത്രോപോളജി, സോഷ്യോളജി പരമായിട്ടുള്ള തിയറികളെല്ലാം പരിശോധിച്ച് നമ്മൾ ഒരു ബൈലൈൻ ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് ധാരാളം തിയറികൾ നമ്മൾ പറയുന്ന ഈ റെക്ടിഫയിങ് വിർച്യൂസ് അല്ലെങ്കിൽ ആരായിരിക്കണം ഈ മൂല്യങ്ങളെ നിർവചിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ളതൊക്കെ സംസാരിക്കുന്ന ധാരാളം തിയറികളുണ്ട്. അപ്പോൾ അതിലുള്ള ചില തിയറികളാണ് നമ്മുടെ ഡിവൈൻ കമാൻഡ് തിയറി, അതുപോലെ നാച്ചുറൽ ലോ തിയറിയൊക്കെ നമ്മൾ പറയുന്ന ഈ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന തിയറികളാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു ആകത്തുക എന്ന് പറയുന്നത് ഹ്യൂമൻ ഷുഡ് ബി ദ ഡിസ്കവർ, നോട്ട് ഷുഡ് ബി ദ ക്രിയേറ്റർ. അതായത് മനുഷ്യർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ആരാവാൻ പാടില്ല, ഒരു വിർച്യൂസ് എന്ന് പറയുന്നതിന് നിർമ്മാതാക്കളാവാൻ പാടില്ല, മറിച്ച് അത് കണ്ടെത്തുന്ന ആളാവണം, മറ്റുണ്ടാക്കിയതിനെ കുറിച്ച് കണ്ടെത്തുന്ന ഒരാളാവണം. അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങളെ എല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരു ഭൗതികപരമായി നോക്കുകയാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഇസ്ലാമികപരമായി നോക്കുകയാണെങ്കിലും ഒരു 4 രീതികളിൽ അല്ലെങ്കിൽ ഒരു 4 ടൈപ്പായിട്ടാണ് നമുക്കിവിടെ വിർച്യൂസിനെ നിർവചിക്കാൻ കഴിയുക. ഒന്നെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ ആയിരിക്കണം ഓരോ മൂല്യങ്ങൾ നിർവചിക്കേണ്ടത്. അതായത് ഞാൻ, നിങ്ങൾ എന്ന് പറയുന്ന ഓരോ വ്യക്തിക്കും അവരുടേതായ മൂല്യങ്ങൾ എന്ന രീതിയിൽ. അല്ല എന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളും എല്ലാം ജീവിക്കുന്ന ഈ ഒരു സൊസൈറ്റിയാണ് മൂല്യങ്ങളെ നിർവചിക്കേണ്ടത് എന്ന് പറയുന്ന മറ്റൊന്ന്. മൂന്നാമതായിട്ടുള്ളത് ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ സൊസൈറ്റിയിൽ തന്നെ നമ്മളല്ലാത്ത മൂന്നാമതൊരാൾ നമ്മുടെ കൂടെ തന്നെ ജീവിക്കുന്ന, അതൊരു പൊളിറ്റിക്കൽ ഇൻ്റർഫെയർ ഉള്ള അല്ലെങ്കിൽ ഒരു റിലീജിയസ് ആസ്പെക്റ്റ് ഉള്ള മറ്റൊരാൾ ആയിരിക്കാം മൂല്യങ്ങൾ നിർവചിക്കുന്നത്. അതുമല്ല എങ്കിൽ ഒരു എക്സ് ഫാക്ടർ, അതായത് നമ്മളെക്കുറിച്ചെല്ലാം അറിയുന്ന, നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും, നമ്മുടെ ഫ്യൂച്ചറും നമ്മുടെ പാസ്റ്റും നമ്മുടെ പ്രസൻറ്റും എല്ലാം കൃത്യമായി അറിയുന്ന ഒരു എക്സ് ഫാക്ടർ ആയിരിക്കണം ഈ വിർച്യു എന്ന് പറയുന്ന ഈ ഒരു മൂല്യങ്ങൾ നിർവചിക്കേണ്ടത്. ഒമ്നിവസൻ്റ്. അപ്പോഴേ എന്താവുകയുള്ളൂ, അരിസ്റ്റോട്ടിലൊക്കെ പറയുന്നത് പോലെ
വിർച്യൂ ഷുഡ് ബി യൂണിവേഴ്സൽ, ഓംനിവേഴ്സൽ ആൻഡ് ട്രാൻസെൻഡ് എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് എത്തുകയുള്ളൂ. യൂണിവേഴ്സൽ ആയിരിക്കണം എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു പദപ്രയോഗത്തിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളതിനെ കുറിച്ച്, അതായത് റെക്ടിഫയിങ് എന്നുള്ളത് ഒരു ഡിസ്കോഴ്സും അതുപോലെ തന്നെ വിർച്യൂ എന്ന് പറയുന്നത് വേറെ ഡിസ്കോഴ്സും ആണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ റെക്ടിഫയിങ് എന്നുള്ള ഈ ഒരു ആശയത്തിലേക്ക് എത്തിയത്? റെക്ടിഫയിങ് എന്ന പദം തിരഞ്ഞെടുക്കുന്നതിന് പ്രത്യേകമായ കാരണങ്ങളുണ്ട്. മൂല്യത്തെ പുനരവതരിപ്പിക്കുക, മൂല്യത്തെ പുനർനിർണയിക്കുക എന്നൊക്കെയുള്ള ലളിതമായ അർത്ഥമല്ല നാം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് റീഡിഫൈനിങ് എന്നോ റീഡിസൈനിങ് എന്നോ ഒക്കെ നൽകാവുന്നതാണ്. റെക്ടിഫയിങ് എന്നത് പ്രധാനമായും ഉപയോഗിക്കുന്നത് 2 ഡിസ്കോഴ്സുകളിലാണ്. ഒന്ന് മെഡിക്കൽ ഫീൽഡിൽ ഉപയോഗിക്കുന്നുണ്ട്, മറ്റൊന്ന് അക്കൗണ്ടൻസിയിൽ നമ്മൾ ട്രയൽ ബാലൻസ് അക്കൗണ്ട് റെഡിയാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ റെക്ടിഫയിങ് ദ ഇറേഴ്സ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതിൽ ഇറേഴ്സുകളെ, അത് അവിടെ നമ്മളെ ബാലൻസ് ഷീറ്റിൽ ഉണ്ടായിരുന്ന ഇറേഴ്സുകളെ വളരെ സൂക്ഷ്മമായി സ്പോട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ റെക്ടിഫയിങ് ദ ഇറേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ റെക്ടിഫൈ എന്ന് പറയുമ്പോൾ വളരെ സൂക്ഷ്മമായി സ്പോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ മാറി നിന്ന് ഒരു സമൂഹത്തോട് നിങ്ങൾ ഇങ്ങനെയൊക്കെ തിരുത്തണം എന്ന് പറയുകയല്ല ഇവിടെ, മറിച്ച് നമുക്കിടയിൽ തന്നെ നമ്മൾ അറിയാതെ പലതും പ്രവർത്തിക്കുന്നുണ്ട്. മൂല്യമല്ലാത്തത് നാം അറിയാതെ തന്നെ നമ്മിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് നമ്മൾ അറിയുന്നില്ല നമ്മൾ അതിൻ്റെ വക്താക്കളാണ് എന്ന്. ചിലപ്പോൾ നമ്മൾ അതിനെതിരെ ഘോരഘോരമായി പ്രഭാഷണം നടത്തുന്നുണ്ടാവും. നമ്മൾ ഏത് വിഷയത്തിനെതിരെയാണോ പ്രഭാഷണം നടത്തുന്നത് ആ വിഷയത്തിൽ നമ്മൾ അംഗമാക്കപ്പെട്ടിട്ടുണ്ടാവും. ഉദാഹരണത്തിന് ചിലപ്പോൾ ലിബറലിസത്തിനെതിരെ നാം സംസാരിക്കുന്നുണ്ട്, ലിബറലിസത്തോട് നമുക്ക് വെറുപ്പുണ്ട്. പക്ഷെ ചിലപ്പോഴൊക്കെ നാം അറിയാതെ നാം ലിബറലിസത്തിന്റെ വക്താക്കളാവുകയോ ലിബറലിസം അറിയാതെ നമ്മിൽ പ്രവർത്തിക്കുകയോ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, സമൂഹത്തെ മാറി നിന്ന് വീക്ഷിക്കുന്നതിലുപരി നമ്മിൽ കൂടി ഉണ്ടാവുന്ന ഇത്തരത്തിലുള്ള മൂല്യമില്ലാത്ത വസ്തുക്കളെ മൂല്യമായി പരിഗണിക്കുന്ന നമ്മുടെ മനോഭാവത്തെ കൂടി സ്പോട്ട് ചെയ്ത് മാറ്റണം. ഇതെങ്ങനെയാണ് നമ്മിൽ കടന്നുകൂടിയത്? നമ്മൾ വിചാരിക്കും നമ്മൾ അറിയാത്ത ഏതോ മറ്റൊരാളാണ് നമ്മിൽ ഇത് സ്വാധീനം ചെലുത്തിയത് എന്ന്. എന്നാൽ ആ മറ്റേ ഒരാൾ നമ്മൾ തന്നെയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാനാവണം. അപ്പോഴാണ് നമുക്കതിനെ തിരുത്താനാവുകയും വളരെ സൂക്ഷ്മമായി അതിനെ സ്പോട്ട് ചെയ്യാൻ കഴിയുകയും ചെയ്യുക. പിന്നെ വേറൊരു കാര്യം, ഈ ഒരു പദം തിരഞ്ഞെടുക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, സമൂഹമൊക്കെ അങ്ങനെയായി മാറുമ്പോൾ ഇത് ആളുകൾ തിരിച്ചറിയില്ല. അത് സമൂഹത്തിന്റെ ഒരു സ്വാഭാവികതയായി ഒരു നോർമലൈസ് ചെയ്യപ്പെടും. അതായത് നിലവിൽ നമ്മുടെ സാഹചര്യം എന്ന് പറയുന്ന, ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കാലത്ത് നമ്മൾ നല്ല കോൺസെൻട്രേഷനിൽ നല്ല പുസ്തകം ഇങ്ങനെ വായിക്കാൻ നമ്മൾ അപ്പുറപ്പുറമൊന്നും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ പൊതുവിലൊരു സമൂഹം, അതായത് ഈ ഒരു ജെൻസി ജനറേഷൻ ആണെങ്കിൽ ഒന്ന് മാറി നിന്ന് നോക്കും. കാരണം ഈ ജെൻസി ജനറേഷന് യാത്രകളിൽ പുസ്തകം വായിക്കുന്ന ഒരു രീതി അവർ കണ്ടുപഠിച്ചിട്ടില്ല. അതായത് അവർക്കതൊരു എന്തൊരു ജീവിയാണ് ഇവൻ എന്ന് മാറി നിന്ന് നോക്കും. അതേസമയം ഞാൻ അവിടെ ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ റീല് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും അത് വളരെ നോർമലാണ്. അപ്പൊ ഇങ്ങനെ സമൂഹത്തിൽ ഇങ്ങനെ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് നോർമലൈസ് ചെയ്യപ്പെടുകയും അബ്നോർമലായതൊക്കെ നോർമലാവുകയും നോർമലൊക്കെ അബ്നോർമലാവുകയും ചെയ്യുന്ന സാഹചര്യം ഒന്ന് തിരിച്ചറിയൽ പ്രയാസമാണ്. ആ തിരിച്ചറിയൽ പ്രയാസമായതിനെ സൂക്ഷ്മമായി മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാനാവുകയും അങ്ങനെ അതിനെ തിരുത്താനുള്ള ഒരു സാധ്യതയിലേക്ക് നമ്മൾ കടക്കുകയും ചെയ്യുക. ഇന്ന് നമ്മൾ ഏതൊരു ഫീൽഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും, അത് എഡ്യൂക്കേഷണൽ ഫീൽഡ് ആണെങ്കിലും പൊളിറ്റിക്സ്, അതുപോലെ തന്നെ സൊസൈറ്റി ബിൽഡിംഗ്, ഏതൊരു റിലീജിയൻ ആണെങ്കിൽ പോലും അതിലെല്ലാം മൂല്യച്യൂതി സംഭവിക്കുന്നുണ്ട്. അതായത് മൂല്യങ്ങൾ, ലോസ് ഓഫ് മൊറാലിറ്റി എന്ന് പറയുന്നത്. അതായത് ഏറ്റവും വലിയ രസകരം എന്ന് പറയുന്നത് മൊറാലിറ്റി നഷ്ടപ്പെടുന്നതല്ല, മൊറാലിറ്റിയായി ഗണിക്കപ്പെടേണ്ടാത്ത കുറെ കാര്യങ്ങൾ മൊറാലിറ്റിയാണ് എന്ന് കരുതുന്ന കുറെ മൊറാലിറ്റി, അതായത് തെറ്റായ കാര്യങ്ങളെ മൊറാലിറ്റി ആണെന്ന് തെറ്റിദ്ധരിക്കുകയും അത് ഒരു നോർമലൈസ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന നമ്മുടെ ഈ കാഫ് ഇപ്രാവശ്യത്തെ ഈ വിഷയം സെലക്ട് ചെയ്യുന്നതിന്റെ പിന്നിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഏത് മേഖലയിൽ ടച്ച് ചെയ്യുന്ന വിഷയം നമ്മൾ എടുക്കുന്ന സമയത്തും അവിടെയെല്ലാം പ്രോബ്ലങ്ങളുണ്ട്. അപ്പോൾ ഏത് വിഷയം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴും ആ വിഷയത്തിൽ ഒരു അപൂർണത വരികയാണ്. എങ്ങനെയും ആ വിഷയത്തിൽ ഒരു തരം വൺ കൈൻഡ് ഓഫ് പ്രോബ്ലം അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഈ പ്രോബ്ലംസിനെ നമ്മുടെ വിഷയമാക്കി കൂടാ എന്നുള്ള ഒരു ചോദ്യത്തിൽ നിന്നാണ് നമ്മുടെ റെക്ടിഫൈ നോർമലൈസ് ചെയ്യപ്പെടുന്നതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാല്, ഞാൻ ഇപ്പൊ എന്റെ ഭാഗത്ത് നിന്നൊരു അബദ്ധം സംഭവിച്ചു, എനിക്ക് തിരിച്ചറിയാനാവുന്നുണ്ട് ഇത് തെറ്റാണ്, ഇത് ഞാൻ ചെയ്യാൻ പാടില്ലാത്തതാണ്, ഇത് ധർമ്മത്തിനെതിരാണ് എന്ന് എനിക്ക് തിരിച്ചറിവുണ്ടെങ്കിൽ എനിക്കതിനെ തിരുത്താനുള്ള സാധ്യതകളുണ്ട്. അതേസമയം ഞാൻ തെറ്റ് ചെയ്യുന്നു, മൂല്യമല്ലാതെ ചെയ്യുന്നു, അധാർമികതകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു
ഞാൻ കരുതുന്നു ഇതൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത്, ഇതൊക്കെയാണ് നന്മ, ഇതൊക്കെയാണ് മൂല്യം എന്ന് ഞാൻ തിരിച്ചറിയുന്നു എന്നതാണ് ഏറ്റവും വലിയ അപകടം. ഞാൻ തെറ്റ് ചെയ്തു എന്നതിനേക്കാൾ വലിയ അപകടം ഇതാണ്. കാരണം ഇതെങ്ങനെയാണ് ഈ സമൂഹത്തിൽ ഇങ്ങനെ ഇത് രൂപപ്പെട്ടു വരുന്നത്? ഇത് സമൂഹത്തിന്റെ ഒരുപാട് കോണുകളിലൂടെ നമുക്കിതിനെ ചിന്തിക്കേണ്ടതുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇപ്പോ നിലവിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? നമ്മളൊരു സാംസ്കാരികതയിലേക്ക് വരികയാണെങ്കിൽ നിലവിൽ നമ്മൾ ഈ അടുത്തായിട്ടുള്ള ചർച്ചകളിൽ നമുക്ക് കൂടുതൽ കാണുന്നത് ലെസ്ബിയൻ സമൂഹം അവർ സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയാണ്. അത് സമൂഹം എന്തിനെയാണ് സെലിബ്രേറ്റ് ചെയ്യപ്പെടുക? സാധാരണയിൽ നന്മയുള്ളതിന്, ധർമ്മത്തെയാണ് സമൂഹം സെലിബ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തോ ഒരു വലിയൊരു കാര്യമാണ് ഈ ലെസ്ബിയൻ ആവുക എന്ന് സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശമാണ് അവർ സെലിബ്രേറ്റ് ചെയ്യപ്പെടുക. നമുക്കറിയാം, ഈ അടുത്ത് 2 സ്ത്രീകൾ അവർ സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയാണ്. എന്തിനാണ് അവർ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്? അവർക്ക് എന്തെങ്കിലും വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായത് കൊണ്ടോ, സമൂഹത്തിന് എന്തെങ്കിലും നൽകുന്ന എന്തെങ്കിലും ഒരു സേവന പ്രവർത്തനത്തിന്റെ പേരിൽ, അങ്ങനെ മൂല്യവത്തായ ധാർമ്മികപരമായ യാതൊരു യോഗ്യതയില്ലാതെയാണ് അവർ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ സമൂഹം ചിന്തിക്കും, ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്താൽ എനിക്ക് ഫാൻസ് ഉണ്ടാവും, ഇങ്ങനെയൊക്കെ ചെയ്താൽ ഞാൻ ആഘോഷിക്കപ്പെടും, എനിക്ക് ഔന്നത്യങ്ങളിലേക്ക് എത്താം. എന്നിട്ട് അങ്ങനെയുള്ള വിഭാഗങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഫാൻ ബേസ് ഉള്ള മറ്റു ചില ആളുകളും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് വല്ലാതെ സപ്പോർട്ട് ചെയ്യപ്പെടുകയും ഈ മൂല്യമല്ലാത്തതിനെ, അധാർമികത സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയും ഇതൊക്കെയാണ് ഞാൻ ചെയ്തു കൂട്ടേണ്ടത് എന്നത് പൊതുസമൂഹത്തിനിടയിൽ, അതായത് പ്രത്യേകിച്ച് ഈ ജനറേഷനിടയിൽ അത് വ്യാപരിച്ചു വരികയും ചെയ്യും. ഇതിനെതിരെ ഒരാൾ സംസാരിച്ചു എന്നിരിക്കുക, അയാൾ എന്താവും? ഒറ്റപ്പെട്ടു പോകും. പുതിയ ഭാഷയിൽ പറയുകയാണെങ്കിൽ തന്ത വൈബായി, അല്ലെങ്കിൽ പഴഞ്ചൻ, സദാചാര പ്രവർത്തകൻ, ആ ഒരു രീതിയിലുള്ള സംസാരമാണ്. ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും അതുപോലെ ഉപദേശങ്ങളുമാണ് എന്ന് പറഞ്ഞ് ഒരു ജനറേഷൻ ഗ്യാപ്പിന്റെ പ്രശ്നം അവിടെ ഉണ്ട്. എന്നിരുന്നാൽ പോലും ആരാണ് ഇത്തരം ട്രെൻഡുകളെ പടച്ചു വിടുന്നത് എന്നതുകൂടെ നമ്മൾ ആലോചിക്കേണ്ടത്. 20-ാം നൂറ്റാണ്ടിലേക്ക് വണ്ടി കയറാത്തവൻ ഇതൊക്കെ എന്തിനാണ്? ഈ പഴികളൊക്കെ എന്തുകൊണ്ടാണ് സാംസ്കാരിക പ്രവർത്തകർ കേട്ടുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെയുള്ള മൂല്യങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ ശബ്ദിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള പഴികൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെ വലിയൊരു തെളിവാണ് ഇത്രമാത്രം നമ്മുടെ സമൂഹം മൂല്യത്തിൽ നിന്ന് പിന്നോട്ട് പോയി എന്നുള്ളതിന്. ലിബറലിസത്തിന്റെ ഒരു അതിപ്രസരണം സമൂഹത്തിൽ ഒട്ടാകെ കയറി വന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ലെസ്ബിയൻസിന്റെ കേസിൽ മാത്രമല്ല, ഇത് ലിബറലിസം തലക്ക് പിടിച്ച ഒരു സമൂഹമായി നമ്മുടെ സമൂഹത്തെ പരിവർത്തപ്പെടുത്തുന്ന ഒരു കുടുംബം എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തെ പലപ്പോഴും എതിർക്കുന്ന ഒരു തരം ട്രെൻഡ് ഇപ്പോഴുണ്ട്. അതായത് എനിക്ക് എന്റെ കുടുംബം വേണ്ട, മൈ ബോഡി ഈസ് മൈ ചോയ്സ് എന്ന് പറയുന്ന ആ ഒരു ലിബറൽ ചിന്താഗതി നമ്മുടെ കുട്ടികളെ വല്ലാണ്ട് സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം ചിന്താഗതികളും ആശയങ്ങളും സമൂഹത്തിന്റെ ട്രെൻഡായി രൂപപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിന്റെ അരാജകത്വവും അതുപോലെ സമൂഹത്തിന്റെ മൂല്യച്യൂതിയും ആരംഭിക്കുന്നത്. ഇത് പറഞ്ഞല്ലോ, കുട്ടികളിൽ അമിതമായ സ്വാതന്ത്ര്യബോധത്തെ കുറിച്ച് സംസാരിച്ച സമയത്ത് എന്തുകൊണ്ടാണ് ഈ കുട്ടികളും രക്ഷിതാക്കളും തമ്മിൽ, കുട്ടികളും സ്കൂളിൽ അധ്യാപകരും തമ്മിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നത്? കുട്ടികളുടെ അമിതമായ സ്വാതന്ത്ര്യബോധമാണ്. മാത്രമല്ല, ഈ അമിതമായ സ്വാതന്ത്ര്യബോധത്തെ സപ്പോർട്ട് ചെയ്യാൻ ചില ചർച്ചകൾ പോലും കാരണമാവുന്നുണ്ട്. ഈ അടുത്ത് 2-3 മാസങ്ങൾക്ക് മുമ്പ് ഒരു സ്ഥാപനത്തില് പ്രിൻസിപ്പാളുമായിട്ട് ഒരു വിദ്യാർത്ഥി കയർക്കുന്ന ഒരു വീഡിയോ വൈറലാവുകയും ആ വീഡിയോ സംബന്ധിച്ചുള്ള ഒരുപാട് വിശകലനങ്ങൾ എഴുത്തുകളിലും ചർച്ചകളിലുമായി വരികയും ചെയ്ത സമയത്ത് പല ചർച്ചകളിലും പല എഴുത്തുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ വിദ്യാർത്ഥിയുടെ പക്ഷം ചേരുന്ന അനേകം ആളുകളാണ്. വിദ്യാർത്ഥിയുടെ പക്ഷം ചേരരുത് എന്നല്ല, മറിച്ച് ഈ കുട്ടിയുടെ അമിതമായ സ്വാതന്ത്ര്യബോധത്തെ വീണ്ടും വീണ്ടും ഉത്തേജിപ്പിക്കുകയും അങ്ങനെ ആ വിശകലനങ്ങൾ ചിലപ്പോഴൊക്കെ മറ്റു ചില വിദ്യാർത്ഥികൾക്ക്, ഈ വിശകലനങ്ങളും ഈ ചർച്ചകളൊക്കെ കാണുന്ന മറ്റു വിദ്യാർത്ഥികൾക്ക് ഇതൊക്കെ ചെയ്താൽ സമൂഹത്തിൽ നിന്ന് എനിക്ക് സപ്പോർട്ട് ഉണ്ടാകും, അപ്പൊ അധ്യാപകരോട് എങ്ങനെയും കയർക്കാം, എങ്ങനെയും സംസാരിക്കാം എന്നുള്ള അമിതമായ സ്വാതന്ത്ര്യബോധം രൂപപ്പെട്ടു വരികയാണ്. അതായത് മുഖ്യധാര എന്ന് പറയപ്പെടുന്ന വലിയ സാംസ്കാരിക പ്രവർത്തകർ എന്നൊക്കെ പറയപ്പെടുന്ന അങ്ങനെയുള്ള ചാനലുകളിലും അങ്ങനെയുള്ള എഴുത്തുകളിലൊക്കെയാണ് ഈ കുട്ടിയെ അമിതമായി സപ്പോർട്ട് ചെയ്യുന്ന അധ്യാപകൻ ചെയ്തത് തെറ്റാണ് എന്ന രൂപത്തിൽ സംസാരിക്കുന്ന, ചിലപ്പോഴൊക്കെ സൈക്കോളജിയുടെ അതിപ്രസരമായിരിക്കും അതിനൊക്കെ കാരണമാവുന്നത്. ഇങ്ങനെയുള്ള ചർച്ചകൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മൾ തിരിച്ചറിയുന്നില്ല. എങ്ങനെയൊക്കെയാണ് ഈ വിദ്യാർത്ഥിയെ എങ്ങനെ സമീപിക്കണം, അധ്യാപകനെ എങ്ങനെ സമീപിക്കണം, ഉപ്പയോട്
ഇങ്ങനെ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം എന്ന് തിരിച്ചറിയാനാവാത്ത ഒരു വിദ്യാർത്ഥി കൂട്ടം രൂപപ്പെട്ടു വരുന്ന സമയത്ത് ആ വിദ്യാർത്ഥി കൂട്ടത്തെ സംസ്കരിക്കുക എന്നതിലുപരി അമിതമായ സ്വാതന്ത്ര്യബോധം അവർക്ക് നൽകുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തും ചെയ്യാം, നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് എന്ന് അവരോട് പേർത്തും സംസാരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ അപകടകരമായ ഒരു സാഹചര്യം. ഈ ഒരു കാഴ്ചപ്പാടിന്റെ ഒരു ഉത്ഭവം എന്ന് പറയുമ്പോൾ, അതായത് ഈ ഒരു കൾച്ചറൽ ആസ്പെക്ട് ചേഞ്ച് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത്, ഒന്നെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ യൂറോസെൻട്രിക് ആസ്പെക്റ്റുകൾ അല്ലെങ്കിൽ വെസ്റ്റേണൈസേഷൻ ആണ് ഏറ്റവും മികച്ചത് എന്നുള്ളത്. അതായത് ഒരു 4 വർഷം മുൻപ് സോളോ ട്രിപ്പൊക്കെ പിച്ച് വെച്ച് തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ലേഖനം വായിച്ചത് ഓർമ്മയുണ്ട്. അതായത് പണ്ട് കാലഘട്ടങ്ങളിൽ യൂറോപ്പിൽ ഇപ്പോഴും ഉണ്ട്, ജാക്ക് പോട്ടുകൾ അടിച്ച് ധാരാളം ആളുകൾ വിനോദസഞ്ചാരികളായിട്ട് ഇന്ത്യയിലേക്ക് വരാറുണ്ട്, ഇന്ത്യയിൽ കേരളത്തിലേക്കൊക്കെ വരാറുണ്ട്. അത് കണ്ട്, അതായത് ഫാമിലി ഇല്ലാതെ മറ്റാരും ഇല്ലാതെ സോളോ ആയിട്ട് വരുന്ന യാത്രകൾ, അവരുടെ അടുത്ത് പണമുണ്ട്, കാരണം ജാക്ക് പോട്ട് അടിച്ചിട്ടാണ് അത് വരുന്നത്. ഇത് കണ്ടിട്ടാണ് ഒരു വെസ്റ്റേൺ രീതിയിലുള്ള ഒരു ട്രാവലിംഗ് മെത്തേഡ് എന്തുകൊണ്ട് നമുക്ക് തുടങ്ങിക്കൂടാ എന്നുള്ള രീതിയിലാണ് കേരളത്തിലെ കുറേ ആളുകൾ പോയി വഴിമുട്ടുന്നുണ്ട്, കുറേ അപകടത്തിൽ പെടുന്നുണ്ട്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൾച്ചറൽ മെർജിങ് ഒരു പരിധി വരെ വേണം, അതിനപ്പുറത്തേക്ക് ചെന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങളാണ് ഇതൊക്കെ കാണുന്നത്. ഈ കൾച്ചറലായിട്ടുള്ള മെർജിങ്ങിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ നിരന്തരം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോൾ കൾച്ചറൽ ആയിട്ടുള്ള ഗ്ലോബലൈസേഷൻ അപ്പോൾ നടക്കുന്നത്. ലോകം മൊത്തം ഒരു ഗ്രാമം, ഗ്ലോബൽ വില്ലേജ് എന്ന പദത്തിൽ ഇന്ന് ലോകത്തെ മൊത്തം കൊടുക്കൽ വാങ്ങലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യങ്ങൾ, സംസ്കാരങ്ങൾ, ഭാഷകൾ, അതുപോലെ വിദ്യാഭ്യാസപരമായിട്ടുള്ള അങ്ങനെ തുടങ്ങി ലോകത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഒരു വില്ലേജായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കുട്ടികളെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തെ സ്വാധീനിക്കുന്ന ഈ ലിബറൽ ചിന്താഗതികൾ, ഇതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പരിണത ഫലങ്ങൾ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അമേരിക്കയിലും അതുപോലെ യൂറോപ്യൻ കൺട്രീസിലേക്ക് നോക്കിയാൽ മതി. ഫാദർലെസ് അമേരിക്ക എഴുതപ്പെട്ടിട്ടുണ്ട്. എത്ര ജാരസന്തതികളാണ് ഇന്നും യൂറോപ്പിൽ ജനിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. വലിയ കണക്കുകൾ. സാഹചര്യം നിലവിൽ നമ്മുടെ രാജ്യത്തേക്കും കടന്നു. കാരണം ഇവിടെ കൾച്ചറൽ മെർജിങ്ങിനേക്കാളും കൾച്ചറൽ ട്രാൻസ്പ്ലാന്റേഷൻ ആണ് നടക്കുന്നത്. നമ്മുടെ കൾച്ചറിനെ പൂർണ്ണമായി വലിച്ചെറിക്കുകയും മറ്റൊരു കൾച്ചറിനെ ഇവിടെ ഇമ്പോസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ഏതൊരു സാഹചര്യത്തിലും കൾച്ചർ എന്ന് പറയുന്നത് ഓരോ നാടിനും അതിൻ്റെതായ കൾച്ചർ അനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് അവിടെ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു പുരോഗതി സാധ്യമാവുന്നത്. അല്ലാതെ നമ്മുടെ കൾച്ചറെല്ലാം പഴഞ്ചനാണ്, വെസ്റ്റ് ഈസ് ബെസ്റ്റ് എന്നുള്ള ഒരു പൊതുബോധം സമൂഹത്തിൽ വ്യാപരിക്കുകയും ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ. അവിടെ ഒരു വെസ്റ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് അവിടെ ഒരുപാട് ലിബറലിസം വരുന്നുണ്ട്, മോഡേണിറ്റിയുടെ അതിപ്രസരം വരുന്നുണ്ട്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അത് എല്ലായിടങ്ങളിലും വെസ്റ്റിൻ്റെ നമ്മൾ ഈവൻ നമുക്കതിനെക്കുറിച്ച് ചർച്ച ചെയ്യാവുന്നതാണ്. എപ്പിസ്റ്റമോളജിയിലും ഏത് മേഖലയിലും ഈ വെസ്റ്റ് സ്വാധീനം വരുന്നുണ്ട്. ഈ കോർപ്പറേറ്റിസം ആണെങ്കിലും അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ എഡ്യൂക്കേഷൻ ആണെങ്കിലും വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ആണ് എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മൾ നിലവിൽ ഇന്ത്യയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാനിപ്പോൾ സൈക്കോളജി സ്റ്റുഡൻ്റ് ആണ്, സൈക്കോളജി ഗ്രാജുവേറ്റഡ് ആണ്. ഈ സൈക്കോളജി ഈ വരെ നമ്മുടെ ടെക്സ്റ്റിൽ ഉള്ളത് ഏതാണ്? ടെക്സ്റ്റിൽ മൊത്തം വെസ്റ്റേൺ എഡ്യൂക്കേഷൻസ് ആണ്, വെസ്റ്റിൽ കണ്ടെത്തിയ എക്സ്പെരിമെന്റ്സ്, വെസ്റ്റിലുള്ള റിസർച്ചസ്. അങ്ങനെയുള്ള റിസർച്ചസും എക്സ്പെരിമെന്റുകളൊക്കെ ഒന്നും ചിലപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ പ്രാവർത്തികമായി കൊള്ളണം എന്നില്ല. അത് ആ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്. ഇതൊക്കെ വെസ്റ്റിൽ ഇൻഫർമേഷൻസ് ആണ്, വെസ്റ്റിൽ നടന്ന റിസർച്ചുകളാണ്. അപ്പോൾ വെസ്റ്റ് പുറപ്പെടുവിക്കുന്ന ഇത്തരം പ്രൊഡക്റ്റുകളും റിസർച്ചുകളും പഠനങ്ങളും മാത്രമാണ് നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ഇറക്കുമതി ചെയ്യപ്പെടുകയും നമ്മൾ അത് പഠിക്കുകയും അതുകൊണ്ട് എന്ത് ഫലവത്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. എഡ്യൂക്കേഷനെ കുറിച്ച് പറയുമ്പോഴാണ് കേരളത്തിൻ്റെ എഡ്യൂക്കേഷൻ സിസ്റ്റവും അതിൻ്റെ ഹിസ്റ്ററിയും വേറെ രീതിയിലാണുള്ളത്. അതായത് കേരളത്തിലെ ആദ്യമായിട്ടുള്ള ഒരു സംയുക്ത പണിമുടക്ക് നടക്കുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ പേരിലാണ്. ശ്രീ അയ്യങ്കാളിയാണ് അതിന് മുന്നോട്ട് വെക്കുന്നത്. അതായത് താഴ്ന്ന ജാതിയിലുള്ള പെൺകുട്ടികൾക്ക്, അന്ന് പഞ്ചമി എന്ന് പറയുന്ന പെൺകുട്ടിയെ സ്കൂളിലേക്ക് കയറ്റണം എന്നുള്ളതിനെ ചൊല്ലി ഏകദേശം 1 വർഷത്തോളം അല്ലെങ്കിൽ 1.5 വർഷത്തോളം പാഠങ്ങൾ കൊഴിയാതിരുന്നു എന്നാണ് ചരിത്രം. അപ്പോൾ അത് മുഴുവനായിട്ട് ആ ഒരു സൊസൈറ്റിയുടെ ഗെയിൻ എന്നുള്ള രീതിയിലേക്കായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ എഡ്യൂക്കേഷൻ. പക്ഷേ ഇപ്പോൾ വരുമ്പോൾ മുഴുവൻ മെറ്റീരിയൽ ഗെയിനാണ് വരുന്നത്. അതായത് പണമുണ്ടോ എഡ്യൂക്കേഷൻ ഉണ്ട്, പണമില്ല എഡ്യൂക്കേഷൻ ഇല്ല. അതായത് അതിൽ ഏറ്റവും ഈ അടുത്ത് വായിക്കേണ്ട ഒരു കാര്യം കേരള യൂണിവേഴ്സിറ്റിയിൽ വന്ന കാര്യമാണ്. അതായത് ജാതീയത പറഞ്ഞ്, വർഗീയത പറഞ്ഞ്, അതായത് ആ ഒരു യൂണിവേഴ്സിറ്റിയിലെ സിൻഡിക്കേറ്റ് മെമ്പേഴ്സാണ് ഇത് പറയുന്നത്. അതിന് പല പാർട്ടിക്കാരും മറുപടി കൊടുക്കുന്നുണ്ട് എങ്കിൽ പോലും എങ്ങനെ കേരളത്തിൽ അത് വന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. പഴമക്കാർ കണ്ട വിദ്യാഭ്യാസ രീതികളിൽ നിന്ന് എങ്ങനെ മെറ്റീരിയൽ ഗെയിൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ വർഗീയ വിദ്വേഷങ്ങൾ മാത്രം പടർത്തുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം, കോർപ്പറേറ്റിസം എന്ന വസ്തുത നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൊക്കെ
മറ്റു പലയിടങ്ങളിലും പ്രവർത്തിച്ചതുപോലെ കോർപ്പറേറ്റിസം പ്രവർത്തിച്ചപ്പോൾ സ്വാഭാവികമായും തളച്ചു വളരുക എന്നതായിരിക്കും പല മാനേജ്മെന്റിന്റെയും ലക്ഷ്യം, സമ്പത്തുണ്ടാക്കുക എന്നത്. അതൊന്നാമത്തെ ഒരു പ്രതിസന്ധിയാണ്. രണ്ടാമത്തേത് എഡ്യൂക്കേഷന്റെ പർപ്പസ് എന്താണ്, ലക്ഷ്യം എന്താണ് എന്നത് ഒരുപാട് കാലമായി സമൂഹം മറന്നുപോയിരിക്കുന്നു. അതായത് പഠിക്കുക, വിദ്യാഭ്യാസം അറിവുണ്ടാക്കുക എന്നതിലുപരി പഠിക്കുക, പരീക്ഷകളിൽ പാസ്സാവുക, എന്തെങ്കിലും ഒരു ജോലി ലഭിക്കുക എന്നത് മാത്രമായി മാറിയിരിക്കുന്നു. എന്തായിരിക്കണം വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം? അത് സാമൂഹ്യ സേവനമായിരിക്കണം. APJ അബ്ദുൽ കലാമിനോട് ചോദിക്കപ്പെടുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഈ ശാസ്ത്രപരമായിട്ടുള്ള നിങ്ങളുടെ സേവനങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാക്കിയ നിമിഷം ഏതാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് അബ്ദുൽ കലാം പറയുന്നുണ്ട്, അബ്ദുൽ കലാം എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, റോക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അങ്ങനെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യയാണ്, ഒരുപാട് കണ്ടെത്തലുകൾ നടത്തിയ ഈ അബ്ദുൽ കലാം പറയുന്നത് വികലാംഗരായ ആളുകൾക്ക് നിലവിലുള്ള വെപ്പുകാല് അവർക്ക് കൂടുതൽ പ്രയാസമാവുകയും അവർക്ക് അതിന്റെ ഭാരം കാരണത്താൽ നടക്കാൻ സാധിക്കാതെ പോവുകയും ചെയ്യുന്ന സമയത്ത് ഒരു വെയ്റ്റ്ലെസ് ലിംബ് കണ്ടെത്തി. ആ വെയ്റ്റ്ലെസ് ലിംബ് കണ്ടെത്തിയ നിമിഷമാണ് എൻ്റെ ശാസ്ത്ര ജീവിതത്തിലെ എനിക്ക് ഏറ്റവും സന്തോഷകരമായ നിമിഷം എന്ന് അബ്ദുൽ കലാം പറയുന്നുണ്ട്. അപ്പോൾ അബ്ദുൽ കലാമിന്റെ ആ പഠനത്തിന്റെ ലക്ഷ്യം എന്താണ്? സാമൂഹ്യ സേവനം എന്നാണ്. ഈ അടുത്ത് ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി ഉസ്താദിന്റെ ഒരു പ്രഭാഷണം കേൾക്കാനിടയായി. അത് ലോ കോളേജിലുള്ള വിദ്യാർത്ഥികളോട് അഭിസംബോധന ചെയ്ത് സംസാരിക്കണം. ഉസ്താദ് പറയുന്നത്, നിങ്ങൾ എന്തിനാണ് ലോ പഠിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഉത്തരം എന്തായിരിക്കണം? നിങ്ങളുടെ ഏറ്റവും സന്തോഷകരം ഈ ജീവിതത്തിൽ, നിങ്ങളുടെ പഠന ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ നിമിഷം എന്താണ് എന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ഉത്തരം ആദിവാസി ഊരുകളിൽ പ്രയാസപ്പെട്ട് വ്യാജ കേസുകളിൽ കുടുങ്ങി ജീവിക്കുന്ന ആളുകളുടെ കേസ് ഞാൻ വിജയിപ്പിച്ചെടുത്തു എന്നതായിരിക്കണം. ഇനി അഥവാ കോർപ്പറേറ്റ് ബിസിനസ് ഇൻഡസ്ട്രികളിലാണ് നിങ്ങൾക്ക് ഈ സേവനത്തിനുള്ള അവസരം ലഭിച്ചത് എങ്കിൽ അവിടെ കോർപ്പറേറ്റ്സുകൾ ഇന്ത്യയുടെ നിയമത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന ആലോചനയായിരിക്കണം. അതായത് നമ്മുടെ നീയത്ത്, അതായത് ഇഖ്ലാസ്, ഇസ്ലാമിലുള്ള ഇഖ്ലാസ്, നീയത്ത്, ഇതൊക്കെ വളരെ സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ മാറുമ്പോഴാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം പൂർണ്ണമാവുന്നത്. അല്ലാതെ നമ്മൾ ഒരുപാട് സയന്റിഫിക് ലോകളും ഫാക്റ്റുകളും ഇൻഫോർമേഷൻസുകളും ഒക്കെ ഒരുപാട് തലയിൽ കയറ്റി അതൊക്കെ പരീക്ഷകളിൽ എഴുതി അതിന് പാസ്സായി വെറും എംപ്ലോയ്മെന്റ് ലഭിച്ചു, പിന്നെ നമുക്ക് സർവീസ് ചെയ്യാൻ, സേവനം ചെയ്യാനുള്ള യാതൊരു സാധ്യതയും ഇല്ലാത്ത രീതിയിലേക്ക് പോകുമ്പോൾ അത് വലിയൊരു പ്രതിസന്ധിയാണ്. നമ്മൾ ഏത് മേഖലയിൽ എത്തുകയാണെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷൻ നമ്മളെ എത്തിക്കേണ്ടത് ഒരു സർവീസിലേക്കായിരിക്കണം, സേവനത്തിലേക്കായിരിക്കണം. അല്ലാതെ ഒരുപാട് നല്ല ജോബ് ഉണ്ടാക്കുക, നല്ലൊരു സാലറി ഉണ്ടാവുക എന്നതിലുപരി സമൂഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും ഈ വിദ്യാഭ്യാസം കൊണ്ട് എന്ന ആലോചനയാണ് വിദ്യാർത്ഥികളിൽ ഉണ്ടാവേണ്ടത്. എന്ന ആ പരമമായ ലക്ഷ്യം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോ ഈ അറിവിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു എന്നാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ വെസ്റ്റേൺ അക്കാഡമിയത്തിൽ വരുന്ന ഒരു പൊതുവായിട്ടുള്ള പ്രവണതയാണ് ഈ ഒരു പണത്തിന്റെ പിന്നാലെയുള്ള അല്ലെങ്കിൽ കോർപ്പറേറ്റിന്റെ അതിപ്രസരണം. ഈ കോർപ്പറേറ്റ് എന്തിനു വേണ്ടിയാണോ ഞങ്ങൾ പഠിക്കേണ്ടത് എന്നറിയാത്ത ഒരു തരം വിദ്യാർത്ഥി സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഡിഗ്രി 3 കൊല്ലം പഠിക്കുന്നു. ഡിഗ്രി 3 കൊല്ലം ചെയ്യുന്നു, അതിനുശേഷം PG ചെയ്യണം, പിന്നെ PhD എന്തിനാണ് ചെയ്യുന്നത് എന്നറിയാത്ത ഒരു പറ്റം ആളുകളാണ് PhD ചെയ്യുന്നത്. പലപ്പോഴും കാര്യക്ഷമമല്ലാത്ത തിസീസുകളും അതുപോലെ പഠനങ്ങളുമാണ് യൂണിവേഴ്സിറ്റികളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മുമ്പിൽ ഒരു DR ഡോട്ട് ഉണ്ടാവണം എന്ന ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാത്രം ഏതെങ്കിലും ഒരു വിഷയത്തിൽ, നമുക്ക് പാഷനുള്ള ഒരു വിഷയത്തിൽ വെസ്റ്റേൺ അക്കാഡമിയത്തിൽ തന്നെ എഴുതപ്പെട്ട തിസീസുകളും അതുപോലെ റിസർച്ച് പേപ്പറുകളും അതുപോലെ ഈ റിവ്യൂസുകളെല്ലാം എടുത്തു നോക്കുകയാണെങ്കിൽ കേവലം 4% മാത്രം ടെക്സ്റ്റുകൾ മാത്രമേ സൈറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ, അതിന് വായിക്കപ്പെട്ടിട്ടുള്ളൂ. ബാക്കി 96% ഇന്റലക്ച്വൽ വേസ്റ്റ് ആണ്. ഇത്രമാത്രം വേസ്റ്റുകൾ ഉണ്ടാക്കുന്ന തരത്തിൽ പണത്തിന്റെ പ്രലോഭനങ്ങൾ മുഖേന വിദ്യാർത്ഥികളെ പ്രലോഭിപ്പിക്കുന്ന ഒരു തരം സാമ്പത്തികമായിട്ടുള്ള ചൂഷണം ഈ ഒരു അറിവിന്റെ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അറിവിന്റെ ഒരു കൊടുക്കൽ വാങ്ങൽ, അല്ലെങ്കിൽ അറിവിന്റെ കൈമാറ്റം ഇസ്ലാമിക ലോകത്ത് നടന്നത് എങ്ങനെയാണ്? ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കാണ്. ടെക്സ്റ്റ് ടു ടെക്സ്റ്റ് അല്ല, അല്ലെങ്കിൽ ഫ്രോം ടെക്സ്റ്റ് ടു ഹേർട്ടുമല്ല, മറിച്ച് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് കൊടുക്കുന്ന ഒരു ട്രഡീഷണൽ വേ. ഈ ഒരു ട്രഡീഷണൽ വേ അല്ലെങ്കിൽ ഈ ഒരു ട്രഡീഷണൽ പെഡഗോഗി ഓഫ് നോളജ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ലോകത്ത് നഷ്ടപ്പെടുന്ന അറിവിന്റെ ഏറ്റവും ആ മനോഹരമായിട്ടുള്ള ചിത്രത്തെ ഒഴിവാക്കാനുള്ള ഏറ്റവും. അതായത് ട്രഡീഷണൽ വേ ഓഫ് ലേണിംഗ് ആർക്കും ഇപ്പൊ താല്പര്യം. അതായത് സ്റ്റെം കൾച്ചർ ആണോ,
അവിടെയും നമുക്കൊരു വെസ്റ്റേൺ അതിപ്രസരം കാണാം. അപ്പോൾ നിലവിൽ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ഇസ്ലാമിക് നോളജുകൾ നമുക്ക് ആരെങ്കിലും നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടേതായ ഒരു എപ്പിസ്റ്റമോളജിക്കൽ ട്രഡീഷണൽ എപ്പിസ്റ്റമോളജി ഉണ്ട്, എങ്ങനെയാണ് ഒരു മെത്തഡോളജി ഉണ്ട്. അപ്പോൾ നമുക്ക് അനാവശ്യമായി മുസ്ലിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ നമ്മുടെ ഈ വിജ്ഞാന ശാഖയിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന മുത്തഅല്ലിമുകൾക്ക് തന്നെ പലപ്പോഴും ഒരു അപകർഷതാബോധം തോന്നുന്നുണ്ട്, അനാവശ്യമായ അപകർഷതാബോധം. കാരണം ഏറ്റവും നല്ല ചരിത്രപരമായ ബാക്ക്ഗ്രൗണ്ട് ഉള്ള നല്ലൊരു എപ്പിസ്റ്റമോളജിയും നല്ലൊരു മെത്തഡോളജിയുമാണ് ഇസ്ലാമിന്റെ ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തഡോളജി എന്ന് പറയുന്നത്. അതേസമയം നിലവിലെ മുത്തഅല്ലിമുകളൊക്കെ പലപ്പോഴും വിചാരിക്കുന്നത് നമ്മുടെ വിജ്ഞാനങ്ങൾ അക്കാഡമിക്കലായി അവതരിപ്പിക്കപ്പെടുമ്പോൾ മാത്രമേ അതിന് മൂല്യമുണ്ടാവുന്നുള്ളൂ, അപ്പോൾ മാത്രമേ അതിന് പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നുള്ളൂ എന്ന ഒരു അനാവശ്യമായ അപകർഷതാബോധം. കാരണം ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു അപകർഷതാബോധം തോന്നേണ്ടതില്ല. കാരണം ഇസ്ലാമിന്റെ വിജ്ഞാന പാരമ്പര്യം എന്ന് പറയുന്നത് അത്രയ്ക്കും മൂല്യമുള്ളതും വലിയ ഫ്ലറിഷ്ഡ് ആയിട്ടുള്ള ഒരു പാരമ്പര്യമുണ്ട്. നമ്മള് പറയാറുണ്ടല്ലോ, രസകരമായിട്ടാണെങ്കിൽ പോലും പഴയ കാലത്ത് യൂറോപ്യൻസ് കടലിൽ നണ്ടുപറക്കാൻ പോകുന്ന സമയത്ത് അപ്പുറത്ത് ഇസ്ലാമിക പണ്ഡിതന്മാർ വലിയ വൈജ്ഞാനിക വിപ്ലവങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബൈത്തുൽ ഹിക്മ പോലുള്ള ഇങ്ങനെയുള്ള വലിയ വൈജ്ഞാനിക പാരമ്പര്യം ഒക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ അറിയാതെ അപകർഷതാബോധം ഉണ്ടാവുന്നത് എന്നതാണ് വലിയൊരു ആശങ്ക. ഹദീസ് അല്ലെങ്കിൽ ഒരു ആയത്ത് സമൂഹത്തിൽ പറയണമെങ്കിൽ അതിനൊരു ശാസ്ത്രീയ പിൻബലം വേണം എന്ന് ഒരു സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്യാൻ കഴിയുമോ, സയന്റിഫിക്കലി ഓക്കെ ആണോ, ലോജിക്കലി ഓക്കെ ആണോ എങ്കിൽ മാത്രമേ ഇത് സമൂഹത്തിൽ പറയാൻ പറ്റൂ എന്നുള്ള ശാസ്ത്രമാത്രവാദം എന്ന് പറയുന്ന ഒരാശയം. ഞാൻ ഈ അടുത്ത് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അനുഭവം പറയാം. ഒരാളോട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നമ്മള് തുമ്മിയാൽ അൽഹംദുലില്ലാ പറയും, അത് കേട്ടാൽ ഇറഹമക്കുള്ള എന്ന് പറയണം. അപ്പോൾ ഒരാൾ എന്നോട് ഇങ്ങനെ പറയാണ്, എൻ്റെ ഫാമിലിയിലുള്ള ഒരാൾ തന്നെയാണ്, തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറയുന്നതിന് ശാസ്ത്രം വലിയൊരു കണ്ടെത്തൽ നടത്തിയിട്ടുണ്ട്. കാരണം തുമ്മിയവൻ ഉടൻ അൽഹംദുലില്ലാ പറയുകയും തൊട്ടടുത്തുള്ളവൻ മറ്റെന്തെങ്കിലും സായെങ്കിലും തുമ്മിയാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കണം, അത് അടുത്തുള്ളവൻ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം. അപ്പോൾ അണുക്കൾ പരസ്പരം ഇങ്ങനെയൊക്കെ നമ്മൾ എന്തിനാണ് ഈ ഹദീസിനെ ശാസ്ത്രീയമായി ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. നമ്മൾ എന്തുകൊണ്ട് ഇസ്ലാമിനെ പ്രാക്ടീസ് ചെയ്യുന്നു? അങ്ങനെയാണ് അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പന എന്നത്. സയന്റിഫിക് ആയിട്ട് മാത്രം പ്രൂവ് ചെയ്യുന്നതിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. അതായത് ഇസ്ലാമികമായിട്ടുള്ള ഏറ്റവും വലിയ ആശയമാണെന്ന് എത്തിക്കാതും ഒന്ന് ഇത്തിബാണ്, പരമമായ വിശ്വാസം, അതുപോലെ തന്നെ അനുധാവനം. ഈ രണ്ട് ആശയങ്ങൾ വേണ്ട. എന്താണ് സയന്റിഫിക് ആയിട്ടൊരു കാര്യം പ്രൂവ് ചെയ്യണമെങ്കിൽ അത് യൂണിവേഴ്സലി പ്രൂവൺ ആണ്. അതായത് നമ്മളൊരു ഇസ്ലാമിനെ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുമ്പോഴും പറഞ്ഞു കൊടുക്കുമ്പോഴും നമ്മൾ ബാക്ക് ചെയ്യുന്നത് ആരെയാണ്? നമ്മളിൽ പലരും ബാക്ക് ചെയ്യുന്നത് എന്തിനാണ്? സയന്റിഫിക് ആയിട്ടുള്ളത്. അതായത് അരിസ്റ്റോട്ടിലൊക്കെ പറയുന്നുണ്ട്, സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും, അത് എഡ്യൂക്കേഷൻ ആവട്ടെ, ഫാമിലി ആവട്ടെ, എല്ലാത്തിനും മർമ്മമായ ലക്ഷ്യം എന്നുള്ളത് സോഷ്യലൈസ് ചെയ്യുക എന്നുള്ളതാവണം, എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാവണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് കോൺസയൻസ് വിത്തൗട്ട് ലോജിക് ഈസ് സീറോ എന്നാണ്. അതായത് യുക്തിരഹിതമായ പ്രബുദ്ധത അത് ശൂന്യമാണ് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട്ടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വേറൊരു പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് പറയുന്നത് നമുക്ക് തിരിച്ചടിയാവും അത്. കാരണം നമ്മളങ്ങനെ ശാസ്ത്രീയമായി വിശുദ്ധ ഖുർആനെയും ഹദീസിനെയും വ്യാഖ്യാനിക്കുന്ന സമയത്ത് ശാസ്ത്രം എന്ന് പറയുന്നത് വെറും ഒരുപാട് നിഗമനങ്ങളാണ്, പലതും നിഗമനങ്ങളാണ്. ശാസ്ത്രം എപ്പോഴും തിരുത്താം. അതിനനുസരിച്ച് ഖുർആനിനെയോ സുന്നത്തിനെയോ നമുക്ക് തിരുത്താനാവില്ല. കാരണം അതെന്നും നിലനിൽക്കുന്ന തിരുത്തപ്പെടാനാവാത്ത ടെക്സ്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിനെ ശാസ്ത്രീയമായിട്ട് വ്യാഖ്യാനിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധികൾ നമുക്ക് തിരിച്ചടിയായി വരും. മാത്രവുമല്ല, വിശുദ്ധ ഖുർആനിൻ്റെ അമാനുഷികത തെളിയിക്കാൻ ശാസ്ത്രീയമായ തെളിവുകളുടെ ആവശ്യമേ ഇല്ല. കാരണം വിശുദ്ധ ഖുർആൻ എപ്പോഴാണ് ഇറങ്ങിയത്, അതിൻ്റെ അവതരണ പശ്ചാത്തലം എപ്പോഴാണ്? സാഹിത്യപരമായിട്ട് സമൂഹം ഏറെ ഉത്തുംഗതയിലെത്തിയ സമയത്ത് അവരുടെ ഈ സാഹിത്യരംഗത്തിനോട് വെല്ലുവിളി ആയിട്ടാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിശുദ്ധ ഖുർആൻ്റെ സാഹിത്യ സൗന്ദര്യത്തെയാണ് നാം പരിഗണിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ ഇഅ്ജാസ് തെളിയുന്നത് അതിൻ്റെ ബലാഗയിലൂടെ മാത്രമാണ്. വേണമെങ്കിൽ ശാസ്ത്ര സത്യങ്ങൾ ചിലപ്പോൾ വിശുദ്ധ ഖുർആനിൽ ഉണ്ടാവാം. ഈ ഉണ്ടാവലോ ഉണ്ടാവാതിരിക്കലും നമ്മുടെ മാനദണ്ഡമേ അല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ എല്ലാത്തിനെയും ശാസ്ത്രീയമായി വ്യാഖ്യാനിക്കുന്ന അമിതമായ ഒരു ശാസ്ത്രീയ അതിപ്രസരത അത് നമുക്ക് വലിയ തിരിച്ചടിയായിട്ടാണ് മാറുക എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിനെ അതിൻ്റേതായ സ്ഥാനത്ത് നിർത്തുകയും ശാസ്ത്രം ശാസ്ത്രത്തിൻ്റെതായ വഴിക്കും സഞ്ചരിക്കുകയും ചെയ്യും. അല്ലാതെ വിശുദ്ധ ഖുർആൻ ശാസ്ത്രീയ സത്യങ്ങൾക്ക് എതിരാണ് എന്ന ഒരു വാദവും നമുക്ക് ഉന്നയിക്കാൻ സാധിക്കുകയില്ല. ഇവിടെ ഈ ഖുർആനിൻ്റെ
നോളജിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഇസ്ലാമിക ലോകത്ത് മുഴുവനും ഈ വൈജ്ഞാനിക കൈമാറ്റം സാധ്യമായിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയത്തിലേക്കാണ്. അതായത് വഹയിൻ്റെ പ്രകാശനമാണ് അവിടെ നടക്കുന്നത്. ഈ വഹയിൻ്റെ പ്രകാശനമാകുന്ന ഖുർആനിക ഹദീസിൻ്റെ ഇസ്ലാമിക വിജ്ഞാന ശാഖകൾ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ വിജ്ഞാന പ്രസരണം നടക്കുമ്പോഴെല്ലാം ഇവിടെ ചോർന്നു പോകുന്നൊരു മൂല്യമുണ്ട്, അദബ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇസ്ലാമൈസേഷൻ ഓഫ് നോളജ് എന്ന് പറയുന്ന തിയറി മുന്നോട്ട് വെച്ച വലിയ ഒരു സമീപകാല പണ്ഡിതനായിരുന്നു നഖീബുൽ അത്താസ്. അദ്ദേഹം അക്കാഡമിയത്തിൽ വലിയ രീതിയിലുള്ള സംഭാവനകൾ അർപ്പിച്ച മനുഷ്യനാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ന് മുസ്ലിം ലോകം ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രതിസന്ധി ലോസ് ഓഫ് അദബാണ്. അദബ് എവിടേക്കോ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. ഇവിടെ പറയുന്നത് ഇപ്പോൾ ഈ ഒരു നോളജിൻ്റെ കൈമാറ്റത്തിൽ ഉസ്താദ് ഗുരു ശിഷ്യ ബന്ധത്തിൽ വരുന്ന വിള്ളലുകൾ വലിയ തരത്തിൽ ഇന്ന് പ്രകടമാണ്. ഇത് ലിബറലിസത്തിന്റെ ഒരു സ്വാധീനമുണ്ട്, അതുപോലെ ഓറിയന്റലിസത്തിന്റെ സ്വാധീനമുണ്ട്. അതുപോലെ എത്രയും മുമ്പ് ജനിച്ചത് കൊണ്ട് നീ ഗുരുവായി ഞാൻ ശിഷ്യനായി എന്നുള്ളൊരു ബോധത്തിലേക്ക് വിദ്യാർത്ഥികൾ മാറിക്കൊണ്ടിരിക്കുന്നു. അതിനേക്കാൾ പ്രായം കൂടി, അത്രയേ ഉള്ളൂ. അതെ, അത് ഈ ഒരു നോളജിന്റെ അല്ലെങ്കിൽ ഇൽമ് എന്ന് പറയുന്ന മഹത്തായ ലോകത്തെ ഏറ്റവും മൂല്യവത്തായി കണക്കാക്കപ്പെടുന്ന ഒരു കാര്യത്തിൽ നിന്ന് അദബ് എന്ന് പറയുന്ന അതിൻ്റെ കൂടെ തന്നെ അദബിനെ കുറിച്ച് ഇസ്ലാമിക കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും താലീമു പോലത്തെ ഗ്രന്ഥങ്ങളിൽ കാണുന്നത് ദഖീഖിനെ പോലെയാണ് അദബ്. ദഖീഖ് എന്ന് പറഞ്ഞാൽ പൊടിയാണ്, മാവ് കുഴച്ച് ഉണ്ടാക്കുന്ന ആ പൊടി. അതിൽ എത്രയാണോ ഉപ്പ് ചേർക്കുന്നത് അത്രയാണ് അറിവ് പഠിക്കുന്നവൻ അദബിന്റെ കൂടെ അറിവ് വേണ്ടത് എന്ന് പോലും താലീമു പോലത്തെ പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ ട്രഡീഷണൽ വേ ഓഫ് ലേണിങ്ങിൽ നിന്ന്, അതായത് ട്രഡീഷണൽ ലേണിംഗ് എന്നുള്ളതിനപ്പുറത്തേക്ക് അക്കാഡമിക് റീഡിങ്ങിന് അല്ലെങ്കിൽ ലേണിങ്ങിന് പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം പറഞ്ഞ് നമുക്ക് ഈ ഒരു ഭാഗം വിടാമെന്നായിരുന്നു. അതായത് നമ്മുടെ മലബാർ ചരിത്രത്തിൻ്റെ ഏറ്റവും കോറായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത്. വില്യം ലോഗണൊക്കെ അവിടുത്തെ പുസ്തകം എഴുതുമ്പോൾ മലബാർ മാനുവലൊക്കെ എഴുതുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സഹായകമായിട്ടുള്ള പുസ്തകമാണ് എന്നൊക്കെ പറയുന്ന രീതിയൊക്കെ കാണാം. അപ്പോൾ ഈ ഒരു പുസ്തകം ഇംഗ്ലീഷിലേക്ക് വലിയൊരു യൂണിവേഴ്സിറ്റി ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഏകദേശം 4, 5, 6 തവണ അത് എഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ്. അതിൻ്റെ കാരണം ട്രഡീഷണൽ റീഡിങ്ങിലുപരി ഏതിനാണ് പ്രാധാന്യം കൊടുത്തത്? അക്കാഡമിക് റീഡിങ്ങിന് കൊടുത്തത്. ട്രഡീഷണൽ റീഡിങ്ങിനോടൊപ്പം അക്കാഡമിക് റീഡിംഗ് ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഒരു 6 എഡിറ്റിങ്ങിൻ്റെ ആവശ്യം വരില്ലായിരുന്നു. എന്തായി? ഈ ഒരു അക്കാഡമിക്കിന് കൂടുതൽ പ്രാധാന്യം നൽകി ട്രഡീഷണൽ വേ ഓഫ് ലേണിങ്ങിനും അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കുന്നതിലുള്ള പ്രശ്നങ്ങളാണ് പിന്നീട് ആ ഒരു റീ എഡിറ്റിങ്ങിലേക്കൊക്കെ എത്തുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ട മൂല്യച്യൂതി ഇന്ന് സംഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു ഫീൽഡാണ് മീഡിയയും പൊളിറ്റിക്സും ഒക്കെ. മീഡിയയെക്കുറിച്ച് പറയുമ്പോൾ നുണ വിൽക്കുന്ന കമ്പോളം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു രീതിയിൽ വിശേഷിപ്പിക്കാം. അതായത് പണ്ട് ഹിറ്റ്ലറിൻ്റെ കാലഘട്ടത്തിൽ ഹിറ്റ്ലറിൻ്റെ പ്രൊപ്പഗൻഡ മിനിസ്റ്റർ മുന്നോട്ട് വെച്ചൊരു ആശയമായിരുന്നു ബിഗ് ലൈ തിയറി എന്ന് പറയുന്നത്. അതായത് ഒരു കളവ്, പരമമായ കളവ്, അത് ആവർത്തനം ചെയ്യുന്നതോടുകൂടെ അതെന്തായി മാറാനുള്ള സാധ്യതയുണ്ട്, ഒരു നോർമലൈസ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് സത്യം പോലെ ആളുകൾ വിശ്വസിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതാണ് ഇപ്പോൾ മീഡിയ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കള്ളനാണ് എന്ന് ആവർത്തിച്ച് പറയലോടുകൂടെ എന്താകാണ്, നമ്മുടെ ഉള്ളിൽ പോലും നമ്മൾ ചിന്തിക്കുന്നില്ല. അതായത് നമുക്കൊരു ക്രിട്ടിക്കൽ മൈൻഡാണ് ഒരു ജേർണലിസ്റ്റിക് വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. നമ്മൾ എന്ത് കാര്യം കാണുമ്പോഴും അതിന് ക്രിട്ടിസൈസ് ചെയ്തിട്ട് വേണം പഠിക്കാൻ. പക്ഷേ അവരിത് ആവർത്തിച്ച് പറയുമ്പോൾ നമ്മൾ പോലും എന്ത് ചിന്തിച്ചു പോകുകയാണ്, അതെ ഇതാണ് ഇതിൻ്റെ ശരി. ഇവിടെ വേറൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് നല്ലൊരു ട്രാൻസെൻഡൻസ് സംഭവിക്കുന്നുണ്ട്. അതായത് ഈ അടുത്ത് ടെലിഗ്രാഫിൻ്റെ എഡിറ്റർ ഒരു മാധ്യമ പ്രവർത്തകരുടെ സംഗമത്തിൽ അദ്ദേഹം ഉദാഹരണത്തിന് ബാബരി മസ്ജിദ് പൊളിച്ച സമയത്ത് ഉള്ള ഒരുപാട് പത്രങ്ങളുടെ ഹെഡ്ലൈനുകളും ആ സമയത്തുള്ള പത്രത്തിൻ്റെ കവർ പേജുകളൊക്കെ വിശകലനം ചെയ്യുന്നുണ്ട്. ആ സമയത്ത് പല പത്രങ്ങളുടെയും മുമ്പിൽ എഡിറ്റേഴ്സ് നോട്ട് നൽകുകയും ബാബരി മസ്ജിദ് പൊളിക്കപ്പെട്ടത് ഇന്ത്യയുടെ ബഹുസ്വരതയുടെ മേലും മതേതരത്വത്തിൻ്റെ പേരിലൊക്കെയുള്ള വലിയ പ്രതിസന്ധിയായിട്ട് വിശകലനം ചെയ്യുന്ന എഴുത്തുകളും ഹെഡിങ്ങുകളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അതേസമയം ഒരു 10-18 വർഷങ്ങൾക്ക് ശേഷം അവിടെ രാം മന്ദിർ സ്ഥാപിക്കാനുള്ള സുപ്രീം കോടതി വിധി ഉണ്ടായതോടെ അതിനെ ആഘോഷിക്കുകയാണ്. കാരണം 18 വർഷത്തിനുള്ളിൽ എത്ര മാത്രമാണ് ഈ മാധ്യമങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ മതേതര ബോധത്തിൻ്റെ ഇല്ലായ്മ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ഇവിടെ ഒരു വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഇവിടെ ഒരു സമൂഹവും മീഡിയയും തമ്മിൽ വലിയ ഒരു
ബന്ധമുണ്ട്. കാരണം സമൂഹം എങ്ങനെയാണോ ചിന്തിക്കുന്നത് അങ്ങനെയായിരിക്കും മീഡിയ അവർക്കുള്ള വിഭവങ്ങൾ നൽകുക. മാത്രമല്ല അതോടൊപ്പം മീഡിയ നൽകുന്ന വിഭവങ്ങൾക്കനുസരിച്ച് സമൂഹം അങ്ങനെ പാകപ്പെട്ട് വരികയും ചെയ്യും. അപ്പോൾ നിലവിലുള്ള ഇന്ത്യയുടെ ഒരു സാഹചര്യത്തിൽ മതേതരത്വവും അതുപോലെ തന്നെ ജനാധിപത്യ ബോധവും ബഹുസ്വരതയും ഒക്കെ മന്ദം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിന് മീഡിയ അതിന് വേണ്ടിയിട്ടുള്ള ഊത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങനെയുള്ള വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു വലിയ പ്രതിസന്ധിയായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതായത് ഒരു ബാബരി ഡിമോളിഷ് ചെയ്തിട്ട് ഏകദേശം ഒരു 10,000 ദിവസങ്ങൾക്കിടയിൽ എത്രത്തോളം ഒരു വ്യതിയാനം സംഭവിക്കാൻ കഴിയും എന്നുള്ളത് പറയുന്നുണ്ട്. അതായത് ഏറ്റവും വലിയൊരു ചോദ്യം, മീഡിയ എന്ന് പറയുന്നത് സത്യം പറയാനുള്ളതാണ് ആണോ? പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ മീഡിയ പറയുന്നത് സത്യമാണോ എന്നുള്ള ഒരു ബൃഹത്തായ ഒരു ചോദ്യം അവിടെ ബാക്കിയാണ്. ഒരു 4ാം തൂണായിട്ടാണല്ലോ എപ്പോഴും മീഡിയയെ കണക്കാക്കുന്നത്. അപ്പോൾ ഈ മീഡിയ ഇന്ന് സമൂഹത്തിൽ നുണപ്രചരണങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മുഖ്യധാരാ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയകളും തമ്മിൽ വലിയൊരു കണക്ഷനുണ്ട്. ഇപ്പോൾ പുതിയ കാലത്തെ കുട്ടികളുടെ അടുത്തേക്ക് അല്ലെങ്കിൽ പുതിയ കാല സാമൂഹികതയിലേക്ക് ഏറ്റവും കൂടുതൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന വാർത്തകൾ കള്ളമാണ്. സോഷ്യൽ മീഡിയയിലൂടെയാണ് അത് വരുന്നത്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് പലതും കളവുകളുടെ യൂണിവേഴ്സിറ്റികളാണ്. ഈ സംഘപരിവാറിനും അതുപോലെയുള്ള വിഭാഗങ്ങൾക്കും ഈ കളവ് പ്രചരിപ്പിക്കാനായിട്ട് ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളും അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ സോഷ്യൽ മീഡിയ സംവിധാനങ്ങളുണ്ട്. മാത്രമല്ല ഈ ജനറേഷൻ ഏറ്റവും കൂടുതൽ പത്രങ്ങൾ വായിക്കുന്നതിലുപരി അവർ കൂടുതൽ ഇടപെടുന്നത് സോഷ്യൽ മീഡിയകളിലാണ്. ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഈ കള്ളത്തരങ്ങളും ഇതൊക്കെയാണ് യാഥാർത്ഥ്യം എന്നാണ് ഒരു ജെൻസി ജനറേഷൻ എപ്പോഴും വിശ്വസിക്കുക. അതിനനുസരിച്ചായിരിക്കും അവരുടെ ജീവിതവും അവരുടെ ചിന്താമണ്ഡലങ്ങളും ആലോചനകളൊക്കെ രൂപപ്പെട്ടു വരിക. ഇങ്ങനെ ഒരു ജനറേഷൻ പിന്നീട് വളരുകയാണ് എങ്കിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്ന വളരെ വൾഗറായിട്ടുള്ള പല വാർത്തകളും അതുപോലെ തന്നെ ഒരിക്കലും സത്യത്തോട് നിരക്കാത്ത, ഒരിക്കലും നമ്മുടെ സാംസ്കാരികതയോട് യോജിക്കാത്ത ഒരുപാട് ആശയങ്ങളോ ഐഡിയകളോ ആണ് ഈ സമൂഹത്തിന്, ഈ ജനറേഷൻസിന് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്നത്. ഇതൊക്കെ ഇവോൾവ് ചെയ്തിട്ട് വരുന്ന ഈ സമൂഹം എങ്ങനെയായിരിക്കും പിന്നീട് പെരുമാറുക, ഇതൊക്കെ പരസ്പരം കണക്റ്റഡ് ആണ് എന്നതാണ്. ഇപ്പോൾ എഡ്യൂക്കേഷൻ ആണെങ്കിലും മീഡിയ ഒക്കെ ആണെങ്കിലും ഇവിടെയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു കോമൺ ഘടകമുണ്ട്. ഈ കോമൺ ഘടകത്തെ നമുക്ക് തിരിച്ചറിയാനാവുന്നില്ല എന്താണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഭരണതലത്തിലൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു ഡീപ് സ്റ്റേറ്റ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയും. അതുപോലെ തന്നെ എന്താണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, സമൂഹം ഇങ്ങനെ ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതെല്ലാ മേഖലകളിലും മീഡിയ, സോഷ്യൽ മീഡിയ അതിൻ്റെ ഒരു കേന്ദ്രമാണ്. മീഡിയ എന്ന് പറയുന്നതിൻ്റെ കേന്ദ്രമാണ്. കാരണം മീഡിയയാണ് സമൂഹത്തെ നിരന്തരമായി നിയന്ത്രിക്കുക. മീഡിയയാണ് ഇൻഫർമേഷൻ നൽകുന്നത്. ഈ ഇൻഫർമേഷൻസിനനുസരിച്ചാണ് സമൂഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, അവരുടെ ആലോചനാ മണ്ഡലങ്ങൾ രൂപപ്പെട്ടു വരിക. അപ്പോൾ ഈ മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ഈ തീമിൻ്റെ ഒരു സെൻട്രൽ പോയിന്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ, അതായത് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ പറയുമ്പോൾ പൊതുവെ പറയുന്നതാണ് നമ്മുടെ മീഡിയകൾ, അതായത് റിട്ടൺ മീഡിയ ആണെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോംസുകളൊക്കെ ആണെങ്കിലും ഏറ്റവും അപ്ഡേറ്റഡ് ആയ വെർഷനാണ് ഇപ്പോൾ ഉള്ളതെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുക. ഒരു വൈസ്രോയന്മാരൊക്കെ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ റിട്ടൺ മീഡിയ, അതായത് ന്യൂസ് പേപ്പേഴ്സായിട്ട് ഗോസിപ്പുകൾ മാത്രം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മീഡിയകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ അന്ന് ആ ഒരു പത്രത്തിന് ഗോസിപ്പ് എന്നുള്ള ഒരു മഞ്ഞപ്പത്രം എന്ന് പറയുന്ന രീതിയിലുള്ള തൊഴിൽ മാത്രം, മറ്റൊന്നിന് അഡ്വർടൈസ്മെൻറ്റ് മാത്രം, മറ്റൊന്ന് വാർത്ത, യഥാർത്ഥ വാർത്ത. ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇതിനെ മൂന്നിനെയും എന്ത് ചെയ്യാണ്, ഒരു മെർജിങ് ആണ് അവിടെ നടക്കുന്നത്. അതായത് വലിയ വലിയ ആളുകളെ കുറിച്ചിട്ടുള്ള ന്യൂസ് പോലും നമ്മൾ സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ അടുത്ത് ഇന്ത്യയുടെ വനിതാ ടീമിൻ്റെ ക്യാപ്റ്റനെ കുറിച്ചിട്ടുള്ള ഗോസിപ്പുകൾ, അത് റെഡിറ്റ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഉണ്ടാകുന്നത്. എനിക്ക് നിങ്ങളെ കുറിച്ചിട്ട് ഒരു ഗോസിപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചൂട് ചായ പോലെ സ്പോട്ടിൽ കിട്ടും. അങ്ങനെ ആർക്കും പറ്റുന്ന, അതായത് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള, അതായത് ഇന്നൊരു പ്രശ്നം നടന്നിട്ടുണ്ട് എങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് അത് സ്പോട്ട് ചെയ്യാൻ കഴിയുന്ന, അതായത് റെക്ടിഫൈ ചെയ്യാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ പോലും ഇങ്ങനത്തെ ഫേക്ക് ന്യൂസുകളും ഗോസിപ്പുകളും അതുപോലെ തന്നെ അതിന് ഒരിക്കലും ഒരു ആധാരമില്ലാത്ത ന്യൂസുകൾ പ്രചരിക്കുന്നുണ്ട് എങ്കിൽ അത് പ്രചരിപ്പിക്കാനും അതുപോലെ തന്നെ അത് മീഡിയ അത് സൊസൈറ്റിയിലേക്ക് എത്തിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പുറകിലുള്ള ഒരു ഏറ്റവും വലിയ ലക്ഷ്യം
കൊമേഴ്ഷ്യലൈസ് ചെയ്യുക അല്ലെങ്കിൽ സാമൂഹിക കോർപ്പറേറ്റ് ചെയ്യുക സ്വാധീനങ്ങൾക്ക് കൂടി ഇവിടെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്. കാരണം 1959 കാലഘട്ടം കേരളത്തിലെ ഒരു വിഭാഗം, മുഖ്യധാര സുന്നി വിഭാഗം, അവർ ഇപ്പോൾ മുഖ്യധാരയായി മാറിയ കേരളത്തിലെ സുന്നി വിഭാഗം നിരന്തരമായിട്ട് അവർക്കെതിരെ സാമൂഹ്യപരമായി കൂട്ടായ അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെയുള്ള സമയത്തൊക്കെ പലപ്പോഴും ആ സുന്നി വിഭാഗത്തിനെതിരെ ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമ നേതൃത്വം നൽകുന്ന ആ സുന്നി വിഭാഗത്തിനെതിരെ നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഒരു സംഭവമാണ് ഈ മാധ്യമ പ്രവർത്തന രംഗത്ത് സുന്നി സമൂഹത്തെ ഒറ്റപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾ. അതിനിടയിൽ ഒരു സംവാദത്തിനിടയിൽ ഒരു വിഷയമുണ്ടായ സമയത്ത് ഫാത്തിമ ബീവിയെക്കുറിച്ചുള്ള ചർച്ചകൾ വരികയും അങ്ങനെ ഈ ഫാത്തിമ ബീവിയെക്കുറിച്ചുള്ള ചർച്ചകൾ നിരന്തരമായി വളച്ചൊടിച്ചുകൊണ്ട് പിന്നീട് വാർത്തകൾ നൽകുകയാണ്. ഫാത്തിമ ബീവി കാഫിറാണ് എന്ന് AP വിഭാഗം സംസാരിച്ചു എന്നൊക്കെ. അതിൽ ആ ഒരു സമയത്ത് നിരന്തരമായിട്ട് ഈ വിഭാഗത്തിനെതിരെ മാധ്യമങ്ങളിലൂടെ അക്രമങ്ങൾ നടന്നുകൊണ്ടിരുന്നു. മാത്രമല്ല, കുറച്ച് മുമ്പാണ് ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് സ്ത്രീകൾക്ക് മാത്രമേ പ്രസവിക്കാൻ കഴിയൂ എന്ന ആ ഒരു ഭാഗത്തെ മാധ്യമങ്ങളിൽ അച്ചടിച്ചു വന്നത് സ്ത്രീകൾക്ക് പ്രസവിക്കാൻ മാത്രമേ കഴിയൂ. എങ്ങനെയാണ് നമുക്ക് വിവാദങ്ങൾ ഉണ്ടാക്കുക, ചർച്ചകൾ ഉണ്ടാക്കുക, എങ്ങനെയാണ് പോപ്പുലാരിറ്റി ലഭിക്കുക? ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ കൂടി മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഈ മീഡിയ ചാനലുകളുടെ കാര്യം വളരെ രസകരമാണ്. കാരണം മീഡിയ ചാനലുകളിലുള്ള ചർച്ചകളും പല കോമഡി ഷോകളും ഏകദേശം സാമ്യപ്പെടുന്ന ഒരു സാഹചര്യം. ഏറ്റവും അക്രമാസക്തമായിട്ട് ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നവർക്കാണ് ഈ സമൂഹം പ്രയോറിറ്റി കൊടുക്കുന്നത്. ഇതിൻ്റെ ഒരു കാര്യം ഒരു പരിധി വരെ അല്ലെങ്കിൽ കുറച്ച് കാലം മുമ്പ് വരെ പത്രമാധ്യമങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതിൽ നിന്ന് വളരെ വിഭിന്നമാണ് ഈ കാലഘട്ടത്തിലുള്ള ജെൻസി ജനറേഷൻ്റെ ഒരു പ്രവണത. അവർ ഓഡിറ്റിംഗ് ആണ്, അവർ ദൃശ്യതയാണ് കൂടുതൽ. അവർക്ക് കാണേണ്ടത് അവരുടെ മുന്നിലേക്ക് വരുന്ന ഈ മീഡിയ എന്ന് പറയുന്നാൽ ദൃശ്യമാധ്യമങ്ങളും അതുപോലെ ശ്രാവ്യമാധ്യമങ്ങളുമാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു മാറ്റം യഥാർത്ഥത്തിൽ വളർന്നു വരുന്ന വിദ്യാർത്ഥികളുടെ മുന്നിലേക്ക് നിരന്തരം കളവുകളായിട്ടുള്ള വാർത്തകൾ മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു പ്രശ്നം. ഈ അടുത്ത് മാതൃഭൂമിയുടെയാണെന്ന് തോന്നുന്നു ഒരു ഫേസ് ആയിട്ടുള്ള റിപ്പോർട്ടർ പറയുന്ന ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്ന ഒരു വാചകമുണ്ട്. ഈ ഒരു കാലഘട്ടത്തിലെ പ്രൈം ടൈം എന്ന് പറയുന്നത് ഒരു നേതാവ് വരുന്നു, കുറച്ച് ബൈറ്റുകൾ പഠിച്ചു വെക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് പുതിയ ഭാഷയിൽ പറയുന്ന കുറച്ച് തഗ് പഠിച്ചു വരുന്നു, അത് അടിക്കുന്നു, അത് ഒരു റീലായി പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അയാൾ ആ പ്രൈം ടൈമിലേക്ക് വരുന്നത്. ഈ പ്രശ്നത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന ഒരു വിദ്യാർത്ഥി സമൂഹം ഇവിടെ ഉണ്ട് എന്നുള്ളൊരു ആശ്വാസം. കാരണം കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഈ ഹിന്ദു പത്രത്തിൻ്റെ കൂടെ വരുന്ന ഒരു ഹിന്ദു മാഗസിനിൽ ഒരു ഫീച്ചർ കാണാൻ സാധിച്ചു. ഈ ഫീച്ചറിൽ പറയുന്നത് പോഡ്കാസ്റ്റ് സമൂഹത്തിൽ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു. കുട്ടികളാണ് ഏറ്റവും കൂടുതൽ പോഡ്കാസ്റ്റ് ഉപയോഗിക്കുന്നത്. ഒരുപാട് കുട്ടികൾ നിരന്തരമായി ഉപയോഗിക്കുന്ന ഒരു മാധ്യമം എന്ന നിലക്ക് ഈ പോഡ്കാസ്റ്റ് എന്തുകൊണ്ട് അവർ ഉപയോഗിക്കുന്നു എന്ന് ഓരോ കുട്ടികളുടെ അടുത്തും, അതുപോലെ ചില നാടുകളിലുള്ള പ്രത്യേകക്കാരായ കുട്ടികളുടെ അടുത്ത് പോയി അവരെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ട് തയ്യാറാക്കിയ ഒരു ഫീച്ചറാണ്. ഈ ഫീച്ചറിൽ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ ഈ നുണപ്രചരണങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഇത്തരം പോഡ്കാസ്റ്റുകൾ ഉപയോഗിക്കുന്നതെന്ന്. ഇന്ത്യയിൽ തന്നെ ഏകദേശം ലോകത്തെ ഏറ്റവും കൂടുതൽ പോഡ്കാസ്റ്റ് ഉപയോഗിക്കുന്ന 4ാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. പോസിറ്റീവായ ഒരു ഘടകം പറഞ്ഞ സമയത്ത് എനിക്ക് തോന്നിയത് പലപ്പോഴും നമ്മുടെ മാധ്യമ പ്രവർത്തകർ പലപ്പോഴും അവർക്ക് ഈ സമൂഹത്തിൽ എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഇവരെ നിയന്ത്രിക്കുന്ന ഈ മീഡിയ ചാനലുകൾ നിയന്ത്രിക്കുന്ന ചില കോർപ്പറേറ്റ് ഭീമന്മാരുണ്ട്. ഇവർക്ക് ഇവരുടെ ആശയങ്ങൾ മാത്രം ഇങ്ങനെയൊക്കെ നിങ്ങൾ സംസാരിച്ചാൽ മതി. എന്ത് ചർച്ചകളാണെങ്കിലും നമ്മുടെ ഈ ആശയത്തിനൊത്ത് മാത്രം സംസാരിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ മീഡിയ ചാനൽ ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാം അങ്ങനെ ഒരു മീഡിയ ചാനലിലെ ഒരു കുടുസായ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് പുറത്തു വന്നൊരു മാധ്യമ പ്രവർത്തകനാണ് രാജീവ് ശങ്കരൻ. അപ്പം അങ്ങനെ മീഡിയ ചാനലുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇന്നതേ പറയാവൂ. ഈ മാധ്യമ പ്രവർത്തകൻ എന്ന് പറയുന്നത് ആരാണ്?
അതായത് ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾക്കെതിരെയും സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആശങ്കകൾക്കൊക്കെ പരിഹാരം കണ്ടെത്തുന്ന, അതിനെതിരെ ശബ്ദമുയർത്തുന്ന, അതിനെതിരെ വിരൽ ചൂണ്ടുന്ന ആളുകളാണ്. അവരുടെ വിരൽ ചൂണ്ടുന്ന അവർ ചൂണ്ടുന്ന വിരലുകൾ ഇല്ലാതാക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ മാത്രമേ സംസാരിക്കാൻ നിങ്ങൾക്ക് അവകാശമുള്ളൂ. സ്വാഭാവികമായും മാധ്യമപ്രവർത്തകർ അവരുടെ സാമ്പത്തികമായ നിലനിൽപ്പിന് വേണ്ടി അതിനടിമപ്പെട്ടു പോവുകയും ചെയ്യും. അതായത് നമ്മുടെ ന്യൂ മീഡിയയുടെ ഫേസ് ആയിട്ടുള്ള പോഡ്കാസ്റ്റിനെ കുറിച്ച് സംസാരിച്ചു. പോസിറ്റീവ് വശങ്ങൾ ധാരാളമുണ്ട്. എനി ടൈം എനിവർ എന്നുള്ള കൺസെപ്റ്റൊക്കെ എപ്പോഴും എവിടുന്ന് കേൾക്കുക എന്നുള്ള കൺസെപ്റ്റൊക്കെ അതിൻ്റെ പോസിറ്റീവ് വശമാണ്. പക്ഷേ ധാരാളം ഇസ്ലാമിക പോഡ്കാസ്റ്റുകൾ ധാരാളം ഇന്ന് കേരളത്തിൽ ഉയർന്നു വരുന്നതായി കാണാൻ കഴിയും. അതായത് അതാണ് ഇസ്ലാം എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഒരിക്കലും യോജിക്കാത്ത കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മീഡിയ, അതായത് ഒരു പബ്ലിക് സ്പീക്കിങ്ങിൽ എന്തു പറയണമെന്നറിയാത്ത കമ്മ്യൂണിറ്റി ഒന്നുണ്ട്. ഈ അടുത്ത് വലിയൊരു സെയ്ദ് കുടുംബത്തിലുള്ള ഒരു കുട്ടിയുടെ പരാമർശങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. എന്തു പറയണം, എങ്ങനെ പറയണം, അതേത് സാഹചര്യത്തിൽ പറയണം, പ്രത്യേകിച്ച് എന്തും ഒപ്പിയെടുക്കുന്ന കാലഘട്ടം ആകുമ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താണ്, നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് എങ്ങനെ സംസാരിക്കണം എന്നതിനെ കുറിച്ചുള്ള പൂർണ്ണമായ ബോധ്യമാണ് നമുക്ക് മീഡിയ വേണ്ടത്. അതുപോലെ തന്നെ മീഡിയ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ലിറ്ററസി, അതായത് അതാണ് മീഡിയ ചർച്ച ചെയ്യുമ്പോൾ തൊട്ടടുത്ത് വരുന്നതാണ് ലിറ്ററസി എന്ന് പറയുന്നത്, അതായത് പൊളിറ്റിക്കൽ ലിറ്ററസി. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പൂർണ്ണമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, എനിക്ക് രാഷ്ട്രീയമുണ്ട്, ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പ്രബുദ്ധത എനിക്കുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് ആളുകൾ മുന്നോട്ട് വെക്കുന്നത് എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വമുണ്ട്. എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വം ഉണ്ടായാൽ അയാൾക്ക് രാഷ്ട്രീയമായിട്ട് ലിറ്ററസി ഉണ്ട് എന്ന് കരുതുന്ന ഒരു സൊസൈറ്റിയിലാണുള്ളത്. ഇന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഒരു പാർട്ടി ബേസ്ഡ് ആയിട്ടാണ് ഇന്നെല്ലാം നടക്കുന്നത്. അതായത് ഒരു വ്യക്തിപരമായ ആശയങ്ങൾക്കോ അല്ലെങ്കിൽ ആ ഒരു പാർട്ടി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾക്കോ ഒന്നും വില കൊടുക്കുന്നില്ല. അതായത് നമ്മൾ വിശ്വസിക്കുന്ന കോൺസെപ്റ്റും അതുപോലെ തന്നെ ഐഡിയോളജിയും എല്ലാം ഉഷാറായിട്ടാണോ അല്ലെങ്കിൽ അതിനോട് ടാലി ആകുന്നതാണോ ഈ ഒരു കോൺസെപ്റ്റ് എന്നുള്ളതിനെ കുറിച്ചുള്ള പൂർണ്ണമായ ബോധ്യമുണ്ട് എന്നുള്ളതിന് ശേഷമാണ് ലിറ്ററസി എന്ന് പറയുന്ന ആശയത്തിലേക്ക് തന്നെ എത്തുന്നത്. അപ്പോൾ ഈ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോഴും അതുപോലെ തന്നെ മീഡിയ എന്ന് പറയുമ്പോഴൊക്കെ ലിറ്ററസി വലിയ ഒന്നാണ്. അപ്പോൾ നമ്മുടെ റെക്ടിഫൈയിങ് ദ വിർച്വസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിലൂടെ മുന്നോട്ട് വെക്കുന്നത് ഇതിലെല്ലാം ധാരാളം പ്രശ്നങ്ങളേ ഉള്ളൂ എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം സ്പോട്ട് ചെയ്ത് ഇതിനെന്താണ് പരിഹാരങ്ങൾ എന്നുള്ളത് കൂടി പറയലാണ് നമ്മളെ ഒരു ഉദ്ദേശം. അതായത് പരിഹാരങ്ങൾ ഇതിനകത്ത് തന്നെയുണ്ട്. അതായത് there is a problem, there is a solution എന്ന ആ ഒരു തിയറി ഇവിടെ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഒരു മൂല്യത്തെ തിരിച്ചറിയുമ്പോഴാണ് പ്രശ്നങ്ങൾ മറികടക്കാനുള്ള ആർജവം സമൂഹത്തിൽ വന്ന് അതിന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വന്നതുപോലെ മനുഷ്യനാണ് ഈ ഒരു പ്രപഞ്ചത്തിൻ്റെ നിദാനം അല്ലെങ്കിൽ ഒരു കോർ എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ബീയിങ് എന്നുള്ളതിനെ നേരെ തിരിച്ചിട്ട് ബീയിങ് ആൻഡ് ഹ്യൂമൻ എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഒരു പ്രൊപ്പഗൻഡയായിട്ട് നമ്മൾ തീരുമാനിക്കുന്നത്. അതായത് ചരിത്രത്തിലുടനീളം എടുത്തു നോക്കുകയാണെങ്കിൽ സമൂഹത്തിൽ എപ്പോഴൊക്കെയും ഇതുപോലുള്ള, അതായത് മൂല്യമായതിനെയെല്ലാം മൂല്യമല്ലാതെ കണക്കാക്കുകയും അധാർമികതകളാണ് മൂല്യമെന്ന ഒരു രീതി വരികയും അതൊരു സാമൂഹ്യ വ്യവസ്ഥയായി രൂപം പ്രാപിക്കുകയും ചെയ്യുന്ന ഘട്ടങ്ങളിലെല്ലാം പ്രവാചകന്മാർ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവർ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് റെക്ടിഫൈയിങ് ദ വിർച്വസ് എന്നതാണ്. അതായത് ആ മൂല്യം സമൂഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ഇരുട്ടുള്ള റൂമിൽ ഒരുപാട് കാലം നിൽക്കുകയും ഒരുപാട് സമയം നിൽക്കുകയും എന്നിട്ടൊരു വെളിച്ചം നമ്മുടെ കണ്ണിലേക്ക് വരികയും ചെയ്യുമ്പോൾ നമുക്ക് ആ വെളിച്ചത്തെ ഉൾക്കൊള്ളാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് കാലങ്ങളായിട്ട് ഈ അന്ധകാരത്തിൽ ജീവിച്ചു കൊണ്ടിരുന്ന ഒരു സമൂഹത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരികയും അവിടെ റസൂലുള്ളാഹി തങ്ങൾ നടത്തിയ വലിയൊരു സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ആ ഒരു സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് വലിയൊരു പഠന വിധേയമാക്കപ്പെടേണ്ട ഒരു ട്രാൻസ്ഫോർമേഷനാണ്. ഈ സ്വാമി വിവേകാനന്ദനെ പോലുള്ള ഒരുപാട് നവോത്ഥാന നായകന്മാരൊക്കെ നിരന്തരമായി ആ ഒരു സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ അംഗീകരിക്കുകയും അത് വലിയൊരു വിപ്ലവമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ഈ സമൂഹത്തിൽ, ഈ ഉമ്മത്തിൽ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് മുജദ്ദിദുകൾ ഇങ്ങനെ രൂപപ്പെട്ടു വരുന്നത്. ഓരോ നൂറ്റാണ്ടിൽ, ഓരോ വിഭാഗത്തിൽ, ഓരോ കാലഘട്ടത്തിൽ, ചിലപ്പോൾ ഓരോ നാടുകളിലായിട്ട് മുജദ്ദിദൊക്കെ വരാം. ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ അവിടുന്ന് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൻ്റെ മുജദ്ദിദാണ് എന്ന് പറയാം. കാരണം ശൈഖുന വളർന്നു വരുന്നൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സാഹചര്യം, സാമ്പത്തികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും
ആത്മീയപരമായിട്ടും ഒക്കെ സമൂഹം ഏറെ പിറകിലോട്ട് നിന്നൊരു സാഹചര്യത്തിലാണ് മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു വലിയ പ്രതീക്ഷയായി ഇവിടെ നിന്ന് വരികയും വലിയൊരു മുന്നേറ്റങ്ങൾ കേരളത്തിൻ്റെ എന്നല്ല ഇന്ത്യയുടെ അനേകം മേഖലകളിൽ ഒരുപാട് എല്ലാ മേഖലകളിലും ഷെയ്ഖുന നടത്തിക്കൊണ്ടിരുന്ന വിപ്ലവം, ഷെയ്ഖുനയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് റെക്ടിഫൈങ് ദ വിർച്യൂസ് എന്നുള്ളതാണ്. അപ്പോൾ എല്ലായിടങ്ങളിലുള്ള വലിയ മുന്നേറ്റങ്ങൾ സാധ്യമാക്കുക. ഇങ്ങനെ ഒരുപാട് മുജദ്ദിദുകൾ, അതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ കൺസെപ്റ്റ് എന്ന് പറയുന്നത് റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നതാണ്. അതായത് വിർച്യൂസിനെ റെക്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ അതായത് എങ്ങനെയാണ് ഇതിനുള്ള പരിഹാരം തേടുക എന്നുള്ളതിന് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ബീയിങ് ആൻഡ് ഹ്യൂമൻ എന്നുള്ളത് വലിയൊരു പ്രൊപ്പഗൻഡയാണ്. മനുഷ്യനായി മനുഷ്യത്വപരമായിട്ടുള്ള ആശയങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മനുഷ്യനായി മാറുക, അതാണൊന്ന്. രണ്ടാമതായിട്ട് നമുക്ക് പറ്റുന്ന ഒന്ന്, നമുക്ക് കൃത്യമായിട്ടൊരു റോൾ മോഡൽ ഉണ്ട് എങ്കിൽ ഈ അദ്ദേഹത്തിലേക്ക് നോക്കി ആ വിർച്യൂസിനെ, അതെ, അതായത് ഒരു കാമിലായിട്ടുള്ള ഒരു വ്യക്തി എന്ന് ഇസ്ലാമിക വിശ്വാസപ്രകാരം പ്രവാചകരാണ്. പ്രവാചകരുടെ ജീവിതം നോക്കുമ്പോൾ ഇന്ന് നമ്മൾ മുന്നോട്ട് വെക്കുന്ന എല്ലാ ആശയങ്ങളും, ഗ്ലോബലൈസേഷൻ ആണെങ്കിലും അതായത് ട്രേഡിംഗ് ആണെങ്കിലും എല്ലാ രീതികൾക്കുമുള്ള ഒരു എപ്പിറ്റോമാണ് ആ ഒരു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ ഒരു വർഷത്തെ ഖാഫിൻ്റെ റെക്ടിഫൈയിങ് ദി വിർച്വസ് എന്ന് പറയുന്ന ഈ ഒരു പ്രമേയം അടിസ്ഥാനമാക്കുന്നതിന് ഇസ്ലാമിക ചരിത്രത്തിന് അത്രത്തോളം പ്രാധാന്യമുള്ള ഒന്നിലേക്കാണ്. അപ്പോൾ ഈ ഒരു ആർട്ടിസ്റ്റിക്, അതായത് ഓരോ കാലഘട്ടത്തിലേക്ക്, നേരത്തെ പറഞ്ഞതുപോലെ ഓരോ കാലഘട്ടത്തിലേക്ക് റെക്ടിഫൈയിങ്ങിന് ഓരോ മെത്തേഡായിട്ടാണ് വരിക. നബി തങ്ങളുടെ കാലഘട്ടത്തിൽ ലിറ്ററേച്ചർ ആയിരുന്നു, ആർട്ട് ആണ് ഏറ്റവും വലിയ ആ ഒരു മെത്തേഡ്. അപ്പോൾ നമ്മളൊരു ആർട്ടിസ്റ്റിക് ഫെസ്റ്റ് എന്നുള്ള രീതിയിൽ എങ്ങനെയായിരിക്കണം ഒരു ആർട്ട്, എന്തായിരിക്കണം അത് മുന്നോട്ട് വെക്കുന്ന വിഭാവനം ചെയ്യുന്ന മൂല്യങ്ങൾ, ക്യാമ്പസ് ലൈഫ് ഫെസ്റ്റിവൽ എന്നതിനേക്കാൾ ഉപരി, അതുപോലെ തന്നെ എന്തായിരിക്കും ലിറ്ററേച്ചർ. ഇന്ന് പ്ലഷർ ലിറ്ററേച്ചേഴ്സൊക്കെ അമിതമായി വായിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ എന്താണ് ലിറ്ററേച്ചർ. അതുപോലെ തന്നെ തീരെ വിർച്യൂസ് അല്ലാത്ത കുറേ കാര്യങ്ങളെ വലിയ കാര്യങ്ങളായി ചിത്രീകരിക്കുന്ന ഫെസ്റ്റിവൽസ്, ആർട്ട് ഫെസ്റ്റിവൽസ്, ലിറ്റററി ഫെസ്റ്റിവൽസ് ഒക്കെ ഉണ്ട്. അതിലുപരി എന്താണ് ഒറിജിനൽ ലിറ്റററി ഫെസ്റ്റ് എന്നുള്ളതിലേക്കാണ് എന്താകുന്നത് ഖാഫിൻ്റെ ഒക്ടോ എഡിഷൻ ഈ ഒരു വർഷം വാതിൽ തുറക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത് തീരുന്നതോടുകൂടെ എല്ലാം മാറുമെന്ന അമിതവാദമല്ല, മറിച്ച് ഇതൊരു തിരുത്തലിനുള്ള വാതിൽ തുറക്കുന്ന പ്രതീക്ഷ മുമ്പിലുണ്ട്. നഷ്ടപ്പെട്ട ഒരുപാട് മൂല്യങ്ങളെ നമുക്ക് തിരിച്ചു പിടിക്കാൻ ഇതിലൂടെ സാധിക്കും എന്നൊരു ശുഭപ്രതീക്ഷയാണ് നമുക്ക് മുന്നിലുള്ളത്. ഇൻഷാ അല്ലാഹ് നവംബർ 13, 14 തീയതികൾ ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ള ധാരാളം കാര്യങ്ങളും ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളും എല്ലാം എന്താണ് ഒരു ഇസ്ലാമിക വിശ്വാസിയുടെ അല്ലെങ്കിൽ ഒരു സാമൂഹിക ജീവി എന്നുള്ള രീതിയിൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ വിർച്വസ് എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ധാരാളം സംസാരിക്കുന്ന അല്ലെങ്കിൽ ധാരാളം പറയുന്ന ഒരു ആർട്ടിസ്റ്റിക് ഫെസ്റ്റ് ആയിരിക്കും ഇൻഷാ അല്ലാഹ് ഈ ഒരു വർഷത്തെ ഖാഫിൻ്റെ ഒക്ടോ എഡിഷൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.